ഗുഡ് ഈവനിങ്. മാറ്റിനി ഫെമിനാലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നമ്മൾ കഥയിലുമുണ്ട് കാര്യം, സ്റ്റോറി തെറാപ്പി. സ്വന്തമായി എഴുതിയ കഥകളും അല്ലാത്ത കഥകളും ഒക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഇന്ന് സ്വന്തമായി എഴുതിയ ഓർമ്മച്ചപ്പ് എന്ന് പറയുന്ന കഥാസമാഹാരത്തിലെ ചില കഥകളുമായി ഇന്ന് നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് സ്നേഹലത മാമാണ്. സ്നേഹലത മാം അധ്യാപികയാണ്. സ്കൂളിൽ കൗൺസിലിംഗ് ചെയ്യാറുണ്ട്. അമ്പലപ്പുഴ പാൽപ്പായസത്തിന്റെ നാട്ടിൽ നിന്നാണ് വരുന്നത്. കൊപ്പാറക്കടവ്. റിട്ടയർഡ് തഹസിൽദാരായിരുന്ന ഭാർഗവന്റെയും പത്മാക്ഷി അമ്മയുടെയും മകൾ. കുട്ടനാടിന്റെ സവിശേഷമായ നെൽകൃഷിയിലും ശ്രദ്ധയൂന്നി ജീവിച്ചിരുന്ന ഒരു അധ്യാപിക എന്ന് കൃത്യമായി പറയാം. മാമിന്റെ ഭർത്താവ് ഡി പ്രഭ റിട്ടയർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണ്. മക്കൾ ലക്ഷ്മി, സൗമ്യ, സുമ, ഇന്ദു. 3 മക്കളാണ്. ഇന്നത്തെ തീർച്ചയായിട്ടും സ്വന്തമായി എഴുതിയ കഥാസമാഹാരത്തിലെ ചില കഥകളാണെന്ന് നമ്മൾ പറഞ്ഞു. ചെറിയ ചെറിയ കഥകളിലൂടെയാണ് നമ്മുടെ കഥ മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് മനുഷ്യ സ്വഭാവത്തിന്റെ വ്യത്യസ്തമായ തലങ്ങളെ വളരെ ഭംഗിയായി ചിത്രീകരിച്ചിരിക്കുന്നു എന്ന് കാണാൻ, ചിന്തിക്കാൻ. നമ്മുടെ ജീവിതമൊക്കെ അതിന്റെ ഒരു ഭാഗമായി ചിത്രീകരിക്കപ്പെടുന്നു എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് കഥകളിലൂടെ മനസ്സിലാക്കാം. ഒന്നുകൊണ്ട് ചെറിയ കഥകൾ ഇതിനു മുമ്പ് നമ്മുടെ പ്ലാറ്റ്ഫോം സ്നേഹലത മാം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും കൂടെ ഓർത്ത് വളരെ വളരെ ചെറിയ ചെറിയ കഥകളാണ്. ഇന്നും ചെറിയ കഥകളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സോ നിങ്ങളെല്ലാവരെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചോളം കഥ പറച്ചിലിന്റെ എത്രാമത്തെ ദിവസമാണെന്ന് ആർക്കെങ്കിലും അറിയാമോ? 66ാമത്തെ ദിവസമാണ്. സോ നമുക്ക് സ്നേഹലത മാമിനെ വിളിക്കാം. യെസ്, 66. സ്നേഹലത മാമിനെ വിളിക്കാം. സ്നേഹലത മാം, യു ആർ വെൽക്കം. മാമിനെ കാണുന്നില്ലല്ലോ. കേൾക്കാമോ സാർ? കേൾക്കാം. ഓക്കെ. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് സാബു സാറിന് ഒരുപാട് നന്ദി. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. എൻ്റെ കൊച്ചു കൊച്ചു കഥകളാണ്. ഒരു കഥ ഞാൻ നേരത്തെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, അപ്പൂപ്പൻ. അതായിരുന്നു ഒന്നാമത്തെ കഥ. ഇപ്പൊ ഞാൻ 2ാമത്തെ കഥയാണ് പറയാൻ പോകുന്നത്. വായിച്ചാൽ മതിയല്ലോ, ഒത്തിരിയേ ഉള്ളു. കഥയുടെ പേര് അമളി. ഉച്ചയൂണ് കഴിഞ്ഞ് പാതി മയക്കത്തിലായിരുന്നപ്പോഴാണ് കോളിംഗ് ബെൽ അടിക്കുന്നത് കേട്ടത്. വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ ഭർത്താവിന്റെ കൂട്ടുകാരനായ സബ് ഇൻസ്പെക്ടർ വിജയനും കൂടെ 2 പോലീസുകാരും, പുറകില് അടുത്ത വീട്ടിലെ ചേട്ടനും. എന്താ വിജയൻ സാർ? ഞാൻ ആകാംക്ഷയോടെ ചോദിച്ചു. ഇവന് നിങ്ങൾ അറിയുമോ? പുറത്തേക്ക് വിരൽ ചൂണ്ടി അദ്ദേഹം ചോദിച്ചു. ചേട്ടനെ ഞാൻ അറിയും. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ചേട്ടനാ. സാധനങ്ങൾ വാങ്ങാൻ പോകും, കറണ്ട് ചാർജ് അടയ്ക്കും, വാട്ടർ ചാർജ് അടയ്ക്കും, അങ്ങനെ എല്ലാ കാര്യവും. അപ്പുറത്താ വീട്. ചേട്ടന് എന്ത് തെറ്റ് ചെയ്തു സാറേ? ഞാൻ ആകാംക്ഷയോടെ തിരക്കി. അതിനിടയിൽ ഞാൻ ഹസ്ബൻഡിനെ മൊബൈലിലൂടെ വിളിക്കുകയും ചെയ്തു. വിജയൻ സാറ് ചോദിച്ചു, സന്തോഷം നിങ്ങളും കൂടി എന്നാ ഇവിടെ കള്ളനോട്ടടി തുടങ്ങിയത്? ഞാൻ ഞെട്ടിപ്പോയി. അപ്പോഴേക്കും സന്തോഷ് ചേട്ടൻ എത്തി. ഇവൻ ഇന്ന് ഇലക്ട്രിസിറ്റി ബോർഡിൽ കറണ്ട് അടയ്ക്കാൻ കൊണ്ടുവന്ന തുകയിൽ
നെറ്റിന് എന്തോ പ്രശ്നമുണ്ടല്ലോ, കട്ടായി പോയോ? അടക്കാൻ വേണ്ടി കൊണ്ടുവന്ന തുകയിൽ നിന്ന് മാത്രമേ കേട്ടുള്ളൂ മാം. വരുന്നുള്ളൂ. കറണ്ട് ചാർജ് അടയ്ക്കാൻ കൊണ്ടുവന്ന തുകയിൽ ഒരു 500-ന്റെ കള്ളനോട്ടായിരുന്നു. ഇലക്ട്രിസിറ്റി ഓഫീസിൽ നിന്ന് ഞങ്ങളെ വിളിപ്പിച്ചു. ചോദിച്ചപ്പോ ഇവൻ പറഞ്ഞു ഇവിടുന്ന് കൊടുത്തതാണ് ഈ 500 രൂപയെന്ന്. അതാ ചോദിച്ചത് നിങ്ങൾ എന്നാ ഇവിടെ കള്ളനോട്ടടി തുടങ്ങിയതെന്ന്. സന്തോഷ് ചേട്ടൻ എന്നോട് ചോദിച്ചു നീ എവിടുന്നാ ഈ നോട്ട് എടുത്തത്? ഞാൻ പറഞ്ഞു നിങ്ങളുടെ പോക്കറ്റിന്നാ. സന്തോഷ് ചേട്ടൻ വിജയ സാറിനോട് പറഞ്ഞു, വിജയ, ഞാൻ ലോൺ അടയ്ക്കാൻ കൊണ്ടുപോയ തുകയിൽ ഒരു കള്ളനോട്ട് ഉണ്ടായിരുന്നു. അവര് അത് എന്നോട് പറഞ്ഞ് തിരിച്ചു തന്നു. ഞാനതൊരു കവറിട്ട് ഫോൾസ് എന്ന് പുറത്തെഴുതി പോക്കറ്റിൽ വെച്ചിരുന്നതാ. ഇവൾ ആ കവറൊന്നും നോക്കാതെ ആ രൂപ എടുത്ത് കറണ്ട് ചാർജ് അടയ്ക്കാൻ കൊടുത്തു വിട്ടതാ. ഇവളുടെ അശ്രദ്ധയാ ഇതിനെല്ലാം കാരണം. ഓ വിജയൻ സാറ് പറഞ്ഞു, ആ എന്നാ നീ പൊയ്ക്കോ. ആ പണിക്കാരൻ ചേട്ടനോട് പറഞ്ഞു പൊയ്ക്കോളാൻ പറഞ്ഞു. എന്നിട്ട് സന്തോഷ് ചേട്ടനോട് പറഞ്ഞു, KCB-ക്കാർ പരാതിയായിട്ട് വന്നാൽ ഇവിടെ എനിക്ക് നടപടി എടുക്കേണ്ടി വരും. കൂട്ടുകാരനാണെന്നൊന്നും പറഞ്ഞ് നടപടി എടുക്കാതിരിക്കാൻ പറ്റത്തില്ല. എവിടെന്നാ നിനക്ക് ഈ 500-ന്റെ നോട്ട് കിട്ടിയതെന്ന് കണ്ടെത്തി എനിക്ക് വിവരം തരണം. ഇതും പറഞ്ഞ് വിജയൻ സാറും പോലീസുകാരും സ്ഥലം വിട്ടു. സന്തോഷ് ചേട്ടൻ ദേഷ്യമല്ല എന്റെ നേരെയായി. നിന്റെ അശ്രദ്ധ കാരണം ഇപ്പൊ ഒരു കുരുക്കിലായില്ലേ. നമ്മൾ മാത്രമാണോ ഇവിടെ പണി ചെയ്യാൻ വരുന്ന ആളും പിന്നെ ഞാൻ അവരുടെ ഒരു നോട്ടപ്പുള്ളിയായി. മറ്റേ പോലീസുകാർ വിചാരിക്കും ഞാനൊരു കള്ളനോട്ടടിക്കാരനാണെന്ന്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പൊ ഈ വീട് റെയ്ഡ് ചെയ്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു. ഓ പിന്നെ ഇവിടെ റെയ്ഡ് ചെയ്താൽ ബാങ്ക് ലോൺ അടയ്ക്കാനുള്ള കുറെ നോട്ടീസ് അല്ലേ കിട്ടൂ എന്ന് സ്വയം ചിന്തിച്ച് ഇടിവെട്ടിയാൽ പുറകെ പേമാരി ഉണ്ടാകുമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയ സോക്രട്ടീസിനെ പോലെ ഞാനും സ്ഥലം കാലിയാക്കി. ഇത്രയുള്ളൂ എന്റെ കുഞ്ഞു കഥ അമളി. ഓക്കെ, അടുത്ത് പറഞ്ഞു. എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ചർച്ച. ഇനി മൂന്നാമത്തെ കഥ അമ്മ. അമ്പലപ്പുഴ അമ്പലത്തിനടുത്താണ് ഞങ്ങളുടെ വീട്. അച്ഛന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന വീട് വിട്ട് എന്റെ കൂടെ കൊല്ലത്തേക്ക് വരാൻ അമ്മയ്ക്ക് കഴിഞ്ഞില്ല. വീട്ടിൽ അമ്മ ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. വേനൽക്കാലത്ത് കിണറ്റിലെ വെള്ളം വറ്റും. പുറത്തെ പൈപ്പിൽ നിന്ന് വെള്ളം പിടിച്ച് അമ്മ അടുക്കളയിലും കുളിമുറിയിലും പാത്രങ്ങളിൽ നിറയ്ക്കും. ഒരു ദിവസം വെളുപ്പിന് 5 മണിക്ക് അമ്മ പൈപ്പിൽ നിന്ന് വെള്ളം പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കൈ അമ്മയുടെ കഴുത്തിൽ. വിടടാ, അതെന്റെ താലിമാലയാ. പകുതി മാല കള്ളന്റെ കയ്യിലും താലിയും ബാക്കി പകുതിയും അമ്മയുടെ കയ്യിലും. താലി കിട്ടിയല്ലോ എന്ന സന്തോഷമായിരുന്നു അമ്മയ്ക്ക്. അമ്മ രാവിലെ അമ്പലത്തിൽ ചെന്ന് എല്ലാവരോടും ഈ വിവരം പറഞ്ഞു. അപ്പൊ അവര് എന്നെ വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു ഇനി അമ്മയെ ഇവിടെ ഒറ്റയ്ക്ക് നിർത്തരുത്. അപ്പൊ ഞാനും പറഞ്ഞു ഞാൻ വിളിച്ചിട്ട് വരാത്തത് കൊണ്ടാ. അപ്പൊ എല്ലാവരും കൂടി നിർബന്ധിച്ച് അമ്മയെ എന്റെ കൂടെ കൊല്ലത്തേക്ക് അയച്ചു. നാട്യപ്രധാനം, നഗരം ദരിദ്രം, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം. നന്മ നിറഞ്ഞ നാട്ടിൻപുറത്തേക്ക് മാസത്തിലൊരിക്കൽ വരാം എന്ന കണ്ടീഷനിലാണ് അമ്മ വന്നത്. കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്ന് ഒരു പഴഞ്ചൊല്ലുണ്ടെങ്കിലും ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇനി അരനൂറ്റാണ്ടിലേറെ മുമ്പുള്ള ഒരു സംഭവം. അന്നൊക്കെ 7ാം ക്ലാസ് വരെ പഠിച്ചവർക്കും ജോലി കിട്ടും. അച്ഛനും അമ്മയും ഇന്റർമീഡിയറ്റുകാരാണ്. ഇന്റർമീഡിയറ്റ് ഇന്നത്തെ +2 പോലല്ല, ഡിഗ്രി കോഴ്സ് പഠിച്ചവരുടെ അറിവാണ് അന്നത്തെ ഇന്റർമീഡിയറ്റുകാർക്ക്. അച്ഛന് ഗവൺമെന്റ് ജോലിയാണ്. അച്ഛൻ അമ്മയോട് പറഞ്ഞു ജോലിക്ക് ഒരു അപേക്ഷ എഴുതി കൊടുക്കാൻ. അപേക്ഷ എഴുതി കൊടുത്താൽ മതി, ഇന്റർവ്യൂവും ടെസ്റ്റും ഒന്നുമില്ല, അപ്പോഴേ ജോലി കിട്ടും. അമ്മ ചോദിച്ചു, ഞാൻ ജോലിക്ക് പോയാൽ കുഞ്ഞിനെ ആര് നോക്കും? എനിക്ക് അമ്മൂമ്മമാരില്ല. അമ്മയുടെ അമ്മയും നേരത്തെ മരിച്ചു, അച്ഛന്റെ അമ്മയും നേരത്തെ മരിച്ചു. അതുകൊണ്ട് അച്ഛന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. അമ്മ ജോലിക്ക് അപേക്ഷ കൊടുത്തില്ല. അച്ഛന്റെ ശമ്പളം കൊണ്ട് ആർഭാടങ്ങളൊന്നുമില്ലാതെ വീട്ടുകാരെ നോക്കി ജീവിക്കാൻ അമ്മ തീരുമാനിച്ചു. പത്നിയായി, അമ്മയായി, അമ്മുമ്മയായി, പാവന സ്നേഹത്തിന്റെ ഓർമ്മയായി. അപ്പം രണ്ടാമത്തെ കൊച്ചു കഥയും തീർന്നു. ഞാൻ അടുത്ത കുഞ്ഞു കഥ പറയാം.
ആക്രി പറയൂ പറയൂ. ആക്രി എന്നാണ് കഥയുടെ പേര്. ആക്രിക്കാർ പ്ലാസ്റ്റിക്കും പേപ്പറും എല്ലാം ശേഖരിക്കാൻ രാവിലെ ഇറങ്ങും. ഇവർ കള്ളന്മാരാ, സൂക്ഷിക്കണം എന്ന് പറയാറുണ്ട് പലരും. ഞാൻ 6 മാസം മകളുടെ കൂടെ വിദേശത്തായിരുന്നു. തിരിച്ചു വന്നപ്പോ അത്രയും നാളത്തെ പത്രവും പ്ലാസ്റ്റിക്കും എല്ലാം കൂടി അവിടെ കൂടിക്കിടക്കുകയാണ്. ഞാൻ ഒരു ആക്രിക്കാരനെ വിളിച്ച് എല്ലാം കൊടുത്തു. 3-4 ദിവസം എനിക്ക് പനിയായിരുന്നു. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയില്ല. പനി മാറി നടക്കാൻ ഇറങ്ങിയപ്പോൾ അതേ ആക്രിക്കാരൻ, ഇനി ആക്രിയൊന്നും ഇല്ല എന്ന് ഞാൻ പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു, അതിനല്ല അമ്മ, അന്ന് അമ്മ തന്നുവിട്ട ആക്രി സാധനങ്ങളുടെ കൂട്ടത്തില് ഒരു ഫോൺ ഉണ്ടായിരുന്നു. അത് വളരെ കൂടിയ ഫോണാ. അമ്മയോട് പറയാൻ ഞാൻ 2-3 ദിവസം ഇവിടെ പുറത്തു വന്ന് നിന്നു. അമ്മയെ കണ്ടില്ല. ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ലമ്മ, ഞാൻ നാളെ കൊണ്ടുവരാം. പിറ്റേന്ന് അയാൾ ഫോൺ മടിയിൽ വെച്ച് കൊണ്ടുവന്നു. ആപ്പിളിന്റെ ഐഫോൺ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അയാൾക്ക് ഒരു കൊച്ചു മൊബൈൽ ഫോൺ വാങ്ങാനുള്ള പണമേ ഞാൻ കൊടുത്തുള്ളൂ. പത്രം എടുത്താൽ തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും കഥകൾ മനം മടുപ്പിക്കുമ്പോൾ ഇത്തരം അനുഭവങ്ങൾ മനസ്സിൽ കുളിർ കോരിയിടുന്നു. ജീവിക്കാൻ പെടാപ്പാട് പെടുന്ന ഇവരല്ല കള്ളന്മാർ, നമ്മളാണ് കള്ളന്മാർ. 3ാമത്തെ കഥയും തീർന്നു. ഇനി ഓക്കെ, പറയണ ഒന്നോ രണ്ടോ കൂടെ പറഞ്ഞോ, കുഴപ്പമില്ല. ഇനി സത്യശീലൻ എന്നാണ് കഥയുടെ പേര്. ലളിതഗാനത്തിന് തിരുവനന്തപുരം ജില്ലയിൽ 1ാമതെത്തിയ കുട്ടി. അവന്റെ അച്ഛൻ വാസ്തുവിദ്യയൊക്കെ അറിയാവുന്ന ഒരു ആശാരിയായിരുന്നു. 10ാം ക്ലാസ്സിൽ വെച്ച് അച്ഛൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. പിന്നെ സത്യശീലന് പഠിത്തം തുടരാൻ പറ്റിയില്ല. കൂലിപ്പണി പല ജോലികളും ചെയ്തു. പിന്നെ ആശാരിപ്പണിയും പഠിച്ചു. അതില് മിടുമിടുക്കനായി. എല്ലാവരും സത്യശീലനെ വീട് പണിക്ക് വിളിക്കാൻ തുടങ്ങി. കുറെ നാൾ കൊണ്ട് സത്യശീലൻ സ്വന്തമായ ഒരു വർക്ക്ഷോപ്പ് തുടങ്ങി. കൂടെ പണിയാൻ കുറെ ആൾക്കാരും. അങ്ങനെ ഇരിക്കെ ഒരു വലിയ ബിസിനസ് ഗ്രൂപ്പ് അവരുടെ കെട്ടിടം പണിയുടെ കോൺട്രാക്ട് സത്യശീലന് കൊടുത്തു. കെട്ടിടം പണി നല്ല രീതിയിൽ തുടർന്നുകൊണ്ടിരിക്കെ ഒരു തൊഴിലാളി മുകളിൽ നിന്ന് വീണു. 3 മാസം ആശുപത്രിയിൽ കിടന്നു. എങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചാനലുകാരും മാധ്യമങ്ങളും എല്ലാം ഇത് ആഘോഷിച്ചു. ഇത് ആ ബിസിനസ് ഗ്രൂപ്പിന് ഇഷ്ടപ്പെട്ടില്ല. അവർ തൊഴിലാളിയുടെ കുറ്റം കൊണ്ടാണ് അപകടം ഉണ്ടായത് എന്ന് വരുത്തി തീർത്തു. പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ എന്തും നടക്കുന്ന നാടാണല്ലോ നമ്മുടേത്. അവർ സത്യശീലനുമായുള്ള കോൺട്രാക്റ്റും റദ്ദാക്കി. സത്യശീലന്റെ കൂടെ പണി ചെയ്യുന്നവർക്കും തൊഴിൽ നഷ്ടപ്പെട്ടു. സത്യശീലൻ ഒരു പുതിയ വീട് വെച്ചതിന്റെ ലോൺ അടയ്ക്കേണ്ടതുണ്ട്. ഭാര്യയും 2 മക്കളുമായി ശാന്തമായി ജീവിച്ച സത്യശീലന്റെ മനസ്സ് തകർന്നു. സത്യശീലൻ മദ്യത്തിന് അടിമയായി. അത് പ്രശ്നം കൂടുതൽ വഷളാക്കി. ഭാര്യയും അനുജന്മാരും ചേർന്ന് സത്യശീലനെ ഡി അഡിക്ഷൻ സെന്ററിൽ എത്തിച്ചു. അവിടുത്തെ പരിചരണത്തിൽ സത്യശീലൻ സാധാരണ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തിയത്. വീട്ടിലെത്തിയിട്ട് ചെറിയ വീട് പണികൾ ചെയ്യണം. ഭാര്യ ഹിസ്റ്ററി അമ്മയാണ്. എനിക്ക് നല്ല വരുമാനം ഉണ്ടായിരുന്നത് കൊണ്ട് അവള് ജോലിക്കൊന്നും പോകാതിരുന്നതാ. ഇനി അവൾക്കും എന്തെങ്കിലും ജോലിക്ക് പോകണം. ട്യൂഷനൊക്കെ എടുക്കാമല്ലോ. അങ്ങനെ ഞങ്ങൾക്ക് ജീവിക്കാം എന്നാണ് സത്യശീലന്റെ പ്രതീക്ഷ. അതെല്ലാം സഫലമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഡി അഡിക്ഷൻ സെന്ററിൽ നിന്ന് മടങ്ങിയത്. തീർന്നു സാറേ സത്യശീലന്റെ കഥ. ഒരെണ്ണം കൂടെ കിട്ടും. ഒരെണ്ണം. ആ അമ്മിണി എന്നാണ് കഥയുടെ പേര്. അമ്മിണി. ഞാനും അമ്മിണിയും എന്നും തൊടിയിൽ കളിക്കാനിറങ്ങും. അമ്മിണി എന്റെ കേക്കാവോ സാർ? കേൾക്കാം പറഞ്ഞു. എനിക്ക് അനിയനോ അനിയത്തിയോ ഇല്ല. അതുകൊണ്ട് എനിക്ക് ഈ പൂച്ചയെ വളരെ ഇഷ്ടമായിരുന്നു. കളിക്കാനും ഓടി നടക്കാനും വഴക്കിടാനും ഉമ്മ വയ്ക്കാനും ഒക്കെ അമ്മിണിയേ ഉള്ളൂ. അമ്മ ഉണ്ടാക്കുന്ന മുട്ട പൊരിച്ചതും ബിസ്ക്കറ്റും പാലും ഒക്കെ അമ്മ കാണാതെ ഞാൻ അമ്മിണിക്ക് കൊടുക്കും. അതൊക്കെ അമ്മിണിക്ക് വളരെ ഇഷ്ടമായിരുന്നു. അച്ഛനും അമ്മയ്ക്കും അമ്മിണിയെ ഇഷ്ടമായിരുന്നു. അവധി ദിവസങ്ങളിൽ
എന്റെ പ്രധാന പരിപാടി കറങ്ങി നടക്കലാണ് വീടിന് ചുറ്റും. പിന്നെ ആരുമില്ലാത്ത പറമ്പിലൊക്കെ കയറി ഇറങ്ങും. അങ്ങനെയുള്ള ഒരു ദിവസം രാവിലെ അപ്പുറത്തെ വീട്ടുകാരുടെ പറമ്പിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് അമ്മിണിയെ. ഞാനൊരു കഥ എഴുതും, പൂച്ചക്കുട്ടികൾ. കറുപ്പും വെള്ളയും നിറം, പച്ചക്കണ്ണ്. ആ വീട്ടിൽ ആൾതാമസമില്ല. അവരുടെ പറമ്പിൽ കിടന്ന് അമ്മണി എത്ര കരഞ്ഞാലും ആരും കേൾക്കില്ല. അവിടെ ചെന്ന് കറങ്ങി നടന്നത് കൊണ്ട് ഞാൻ കണ്ടു. അങ്ങനെയാണ് എനിക്ക് അമ്മിണിയെ കിട്ടിയത്. അവധി ദിവസങ്ങളിൽ മുഴുവൻ സമയവും അമ്മിണിയുടെ കൂടെ ഞാനും ഒന്നിച്ച് നടക്കും. ഓട്ട മത്സരം നടത്തും. ഞാൻ പറയുന്നതൊക്കെ അവൾക്ക് മനസ്സിലാകും, അവൾ പറയുന്നത് എനിക്കും. വിശക്കുമ്പോൾ അമ്മിണി ഒരു പ്രത്യേക രീതിയിൽ കരയും. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ അവൾക്ക് കൊടുക്കും. സ്കൂളിൽ നിന്ന് ഞാൻ തിരികെ വരുന്ന സമയം അമ്മിണിക്കറിയാം. അവൾ വഴിയിൽ കാത്തു നിൽക്കും. ഞാൻ വരുമ്പോൾ സങ്കടവും പരിഭവവും നിറഞ്ഞ എന്തൊക്കെയോ കരയുന്നത് പോലെ പറയും. ഒരു വെള്ളിയാഴ്ച സ്കൂളിൽ നിന്ന് വന്നപ്പോൾ അമ്മ പറഞ്ഞു, അമ്മിണി ഞാനില്ലാത്തപ്പോൾ അപ്പുറത്തെ വീട്ടിൽ പോയി അവരുടെ പൊരിച്ച മീനോ കറിയോ ഒക്കെ എടുത്തു, അതുകൊണ്ട് അവര് വഴക്കിന് വന്നു എന്ന്. അപ്പോ ഞാൻ പറഞ്ഞു, എന്നാ നമ്മുടെ മീൻകറി അവർക്ക് കൊണ്ട് കൊടുക്കാം. അമ്മ പറഞ്ഞു അതൊന്നും വേണ്ട, അവര് അതൊന്നും വാങ്ങിക്കത്തില്ല. പിന്നെ അമ്മ പറഞ്ഞത് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അമ്മണി അവർക്ക് കൊടുക്കണമെന്ന് അവര് പറഞ്ഞു അത്രേ. കൊടുക്കാനോ? എന്തിന്? ഞാൻ കൊടുക്കില്ല. അവർക്ക് വേറെ മീൻകറിയും മീൻ പൊരിച്ചതും ഒക്കെ കൊടുക്കാം, പക്ഷെ അമ്മണിയെ കൊടുക്കില്ല. ഇങ്ങനെ പല ദിവസം അമ്മണി അവിടെ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ആ വീട്ടുകാർ വന്നു. ഞാൻ സ്കൂളിൽ പോകുമ്പോൾ അമ്മണിയെ പൂട്ടിയിടാം എന്ന് അമ്മയോട് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാവിലെ ഞാൻ ഉണർന്ന് ചെന്ന് നോക്കുമ്പോൾ അമ്മ അമ്മണിയെ ഒരു ചാക്കിൽ കയറ്റുന്നു. അച്ഛനും ഉണ്ട്. ഞാൻ ചോദിച്ചു, അമ്മ അമ്മണിയെ എവിടെ കൊണ്ടുപോകുന്നു? അമ്മ ഒന്നും പറഞ്ഞില്ല. പുറത്തേക്ക് നോക്കിയപ്പോൾ അടുത്ത വീട്ടിലെ ആൾ അവിടെ നിൽക്കുന്നു. എനിക്ക് കാര്യം മനസ്സിലായി. കരഞ്ഞുകൊണ്ട് ഞാൻ അകത്തേക്ക് ഓടി ചാക്കിൽ പിടിച്ചു. അമ്മേ, അമ്മണിയെ കൊടുക്കല്ലേ, ഞാൻ സമ്മതിക്കില്ല. അച്ഛൻ എന്നെ പിടിച്ചു വെച്ചു. അമ്മ പറഞ്ഞു, നമ്മുടെ അയൽക്കാരാണ്, അവർക്ക് ശല്യം ഉണ്ടാക്കിയത് കൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത്. അവര് അങ്ങനെ പറഞ്ഞാൽ എനിക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. എത്ര കുതറിയിട്ടും അച്ഛന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് കഴിഞ്ഞില്ല. നിറഞ്ഞൊഴുന്ന കണ്ണുകളോടെ ഞാൻ നിലവിളിച്ചു. എന്റെ മുന്നിലൂടെ അമ്മണിയെ കെട്ടിവെച്ച ചാക്ക് അമ്മ പുറത്തേക്ക് കൊണ്ടുപോയി അയലത്തെ ആളിന്റെ കയ്യിൽ കൊടുത്തു. അമ്മണി അതിൽ കിടന്ന് കരയുന്നത് കേട്ടിട്ടും ഒന്നും ചെയ്യാനാവാതെ ഞാൻ അലറി വിളിച്ചു. അമ്മണി അപ്പോഴും അതിന് ഉള്ളിൽ നിന്ന് കിടന്ന് നിസ്സഹായയായി മ്യാവൂ മ്യാവൂ എന്ന് കരയുകയായിരുന്നു. തീർന്നു സാറേ. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു. തീർച്ചയായിട്ടും 5 കഥകളാണ് ഓർമ്മച്ചെപ്പിന്റെ ചെപ്പിൽ നിന്ന് സ്നേഹലത മാം സ്വന്തമായിട്ട് എഴുതിയ ഒരു കഥാസമാഹാരത്തിൽ നിന്നാണ്. ആദ്യത്തെ കഥ എന്ന് പറയുന്നത് അമ്മള്ളിയാണ്. ഒരു കള്ളനോട്ട് യാദൃച്ഛികമായി നമ്മുടെ കയ്യിൽ വന്ന അതിനുണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച്. പിന്നെ അമ്മയുടെ താലിമാല കവർന്ന ആ കഥയുടെ പേരെന്താണ്? അമ്മ. സാർ. പിന്നെ സത്യസന്ധനായ ഒരു ആക്രിയുടെ കഥയാണ്. പിന്നെ സാഹചര്യങ്ങൾ കൊണ്ട് മദ്യപാനിയാകേണ്ടി വന്ന സത്യശീലന്റെ കഥയാണ്. പിന്നെ തീർച്ചയായിട്ടും അമ്മണി എന്ന് പറയുന്ന പൂച്ചയുടെ കഥ. അപ്പൊ അങ്ങനെ 5 കഥകൾ. തീർച്ചയായിട്ടും അത് ഈ പറയുന്ന പോലെ തന്നെ ഒരുപക്ഷെ അവസാനം സ്നേഹത മാം തന്നെ പറയും എന്താണ് ഇതിന്റെ പശ്ചാത്തലം. എങ്കിലും തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ചുറ്റുപാടുകൾ അല്ലെ കൃത്യമായിട്ടും അതിനെ മനസ്സിലാക്കാൻ തക്ക വിധത്തിലുള്ള കഥകൾ തന്നെയാണ്. എത്ര കഥകളുണ്ട് മാമിന്റെ അത്? 14 കഥയുണ്ട്. 14 കഥ. ഓക്കെ, അപ്പൊ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 2 പറഞ്ഞിരുന്നു. അമ്മണി എന്നുള്ള കഥയും പറഞ്ഞിരുന്നു. 2 പറഞ്ഞു. നമുക്ക് ശ്രീകുമാരി മാമിന്റെ നെറ്റി മാത്രമേ കാണുന്നുള്ളൂ. താങ്ക് യു സർ. നല്ല കഥയായിരുന്നു. കൊച്ചു കഥയാണെങ്കിലും രസകരമായി കേട്ടിരുന്നു. കള്ളനോട്ടിന്റെ കഥ, ഭാര്യ അറിയാതെ കവറിൽ വെച്ച് നോട്ട് മാറ്റി വെച്ചിട്ട് നല്ല കഥയായിരുന്നു. ആക്രി, സത്യസന്ധനായ ആക്രിക്കാരന്റെ കഥ നന്നായിട്ടുണ്ടായിരുന്നു.
ഇന്നത്തെ കാലത്ത് കള്ളവും ചതിയും ഒക്കെ ഉള്ള കാലത്ത് ആക്രിക്കാരനായിട്ട് പോലും അയാൾ സത്യസന്ധനാവുകയും ഇത്രയും വിലപിടിപ്പുള്ള സാധനം തിരിച്ചു കൊടുക്കുകയും ചെയ്തു എന്നുള്ള ഒരു കഥ അത് നന്നായിട്ടുണ്ട്. പിന്നെ അമ്മ എന്നുള്ളതാണ്. അത് എന്താണെന്ന് എനിക്ക് ഇപ്പം മറന്നുപോയി. സത്യശീലൻ സാഹചര്യത്തിന്റെ കൊണ്ട് അയാൾ മദ്യപാനിയാവുകയും അങ്ങനെ കടം ഒരു ഉയർച്ചയിലും താഴ്ചയിലും അങ്ങനെ ആവാത്ത വ്യഥ കാരണമാണ് അയാള് മദ്യപാനിയായത്. നല്ല മനുഷ്യനായിരുന്നു. എല്ലാം നല്ല രീതിയിലാണ് ചെയ്തേക്കുന്നത്. ആശാരിപ്പണിയിൽ അയാൾ മിടുക്കനായെങ്കിലും അത് അയാൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ സാധിച്ചില്ല. സാഹചര്യം അയാളെ മദ്യപാനിയാക്കുകയും കഷ്ടപ്പെടുത്തുകയും ചെയ്തു. അമ്മിണി എന്ന പൂച്ചക്കുട്ടിയുടെ അതായത് നല്ല രസമുണ്ട്. നിഷ്കളങ്കമായ ഒരു പൂച്ചയുടെ ദയനീയ അവസ്ഥ. ചാക്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ആ സൗണ്ട് എന്റെ കാതിൽ അലച്ചു. ഞാവൂ ഞാവൂ എന്നുള്ള ശബ്ദം. നല്ല കഥയായിരുന്നു. സഹജീവികൾക്ക് പകരം നമ്മുടെ വീട്ടിൽ വളർത്തുന്ന വളർത്തുമൃഗങ്ങളോടുള്ള കരുണ ആണ് അതിൽ കാണിക്കുന്നത്. നല്ല കഥ, എല്ലാം കൊള്ളാം. കൊച്ചു കഥയാണെങ്കിൽ കേട്ടിരിക്കാൻ സുഖം തോന്നി. ഞാനും ഇതുപോലെയുള്ള കൊച്ചു കഥകൾ എഴുതാം. ഞാനും ഇതുപോലെ എന്റെ കഥ ഞാൻ അവതരിപ്പിക്കാൻ സാറേ. ആഴ്ചയോ അല്ലെങ്കിൽ എനിക്കിപ്പം പറയാം. എന്റെ കഥകള് 3 ഞാൻ എഴുതാം, പറയാം. അപ്പൊ ഇതുപോലെയുള്ള കൊച്ചു കഥകൾ നമുക്ക് അവതരിപ്പിക്കാലോ. പിന്നെ തീർച്ചയായും സ്നേഹ സഹോദരിയുടെ കഥകളൊക്കെ നന്നായിരുന്നു. എനിക്ക് എല്ലാവരുടെ സ്വന്തം അനുഭവങ്ങളാണ് തോന്നുന്നത്. നല്ല അതൊക്കെ ഇങ്ങനെ കുറിച്ചിട്ടിട്ട് അതിലെ കൊല്ലവും അമ്പലപ്പുഴയും തന്നെയാണ്. അമ്മയുടെ വീടും അമ്മയ്ക്കുള്ള അനുഭവവും നന്നായിട്ടുണ്ട്. 5 കഥ. അമ്മളി, അമ്മ, സ്ത്രീ, സത്യശീലൻ, അമ്മണി. അവരുടെ അനുഭവങ്ങളുടെല്ലാം തന്നെയാണ് എടുത്തത്. അതുകൊണ്ട് തന്നെയാണ് ആ യാഥാർത്ഥ്യം പറയുമ്പോൾ പിന്നെ അതിന് വേറെ ഒന്നുമില്ല. വേറെ പറയുന്നത് പോലെ ഭാവനയോ അല്ലെങ്കിൽ സാങ്കല്പികതയൊന്നുമല്ല. യാഥാർത്ഥ്യമുള്ള ജീവിതാനുഭവങ്ങൾ അത് പലതിലേക്ക് ചിന്തിപ്പിക്കുന്നുണ്ട്. കാരണം മറ്റേ അറിയാതെ തന്നെ എടുത്തു കൊടുക്കുന്ന നോട്ട് അത് പിന്നെ അതൊരു അമളിയായിട്ട് തന്നെയാണ് തോന്നുന്നത്. അറിയാതെ ചെയ്തു പോകുന്നു. പിന്നെ യാദൃശ്ചികമായിട്ട് ഹസ്ബൻഡ് വരുന്നുള്ളത് കൊണ്ട് അത് അതിൽ നിന്ന് രക്ഷപ്പെടുന്നു. അതുപോലെ ഒറ്റയ്ക്ക് താമസിക്കുന്ന അമ്മ. ഇത്ര പറഞ്ഞാലും കേൾക്കാത്തവർ ഇങ്ങനെ ഒരു സന്ദർഭം വരുമ്പോൾ മാലയൊക്കെ മോഷണം പോകും, പിടിച്ചു പറിച്ച് മാല മാത്രമല്ല അല്ലെന്നെ ജീവന് അപകടം ഉണ്ടാവും എന്ന് പറയുമ്പോഴാണ് അവർ പിന്നെ ഒരിടത്തു നിന്ന് മറ്റൊരു മാറി ആഗ്രഹിക്കുന്നത്. ആക്രി പറയുന്നത് സത്യസന്ധനായ ഒരു ആക്രിക്കാരൻ സത്യശീലൻ അതുപോലെയാണ്. നന്നായിട്ട് ജീവിച്ചു വരുന്നവർക്ക് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സംഭവം വന്നവർ പരാജയം വരുമ്പോൾ വഴിമാറിപ്പോവുകയും പിന്നെ വീണ്ടും മറ്റുള്ളവരുടെ ശ്രമം കൊണ്ട് ഡി അഡിക്ഷനായി ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നൊരു മാറ്റം. അത് കൃത്യമായിട്ടത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ കുടുംബം തന്നെ എന്താ പറഞ്ഞാൽ പോകുന്നുള്ള ഒരടുപ്പം മറ്റു ഡോക്ടർ സാബു, എനിക്ക് പറയാൻ പറ്റുമോ? പിന്നെന്താ പറയൂ. ഓക്കെ, ഞാൻ പനിയായിട്ട് കിടക്കാറുണ്ട്, വീഡിയോ ഓൺ ചെയ്യുന്നില്ല. ഞാൻ 2 ദിവസമായിട്ട് ആദ്യത്തെ ഒരു സൂം വെബിനാർ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാണ്. ഒന്ന് എനിക്ക് പറയാനുള്ള ഡ്രീംസിന്റെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഒരുപാട് കാലം പൂച്ചയെ വളർത്തണമെന്ന് ആഗ്രഹിച്ചതാണ്. എനിക്ക് 50 വയസ്സാകുമ്പോഴാണ് എൻ്റെ ഭാര്യയ്ക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. ഭാര്യ ഒരു 4 വർഷം മുന്നേ മൂത്ത മോനൊരു പൂച്ചയെ കൊണ്ടുവന്നു. അപ്പൊ അമ്പിളിയുടെ സ്റ്റോറി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ ഇപ്പോഴും എൻ്റെ മനസ്സിലുള്ള ഞാൻ കിടക്കായിരുന്നു. അവിടുന്ന് നീറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ വീട്ടുകാർ ആ പൂച്ചയെ കെട്ടിക്കൊടുത്തല്ലോ അയൽവാസിക്ക്. ഈ പൂച്ചനെ അവര് നോക്കും, അത് അവർ വേറെ എവിടെയും കൊണ്ടിട്ട് കളയുമോ എന്നുള്ളതാണ്. ഒരു ത്രില്ലിങ്ങിലാണ് കഥ അവസാനിപ്പിച്ചത്. അതങ്ങനെ നിർത്തിയത് നന്നായി. നമ്മൾ അതിനെ കുറിച്ച് തന്നെ ചിന്തിക്കും. എന്തായാലും വളരെ രസമായിരുന്നു. കാരണം 4 വയസ്സായി എൻ്റെ വീട്ടിലെ പൂച്ച. ഒരു പൂച്ചക്ക് 3 വയസ്സുമായി. അപ്പൊ നല്ല രസമാണ്. എന്ത് ടെൻഷൻ ഉണ്ടെച്ചാൽ അവരുടെ കൂടെ നമ്മൾ ടൈം ഫ്ലാറ്റ് ആയതുകൊണ്ട് പുറത്തു കൂടാനും പറ്റില്ല. എനിക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്.
ഓക്കെ, എന്തായാലും ഞാൻ അതിന്റെ മുന്നത്തെ ആ മദ്യപാനയുടെ സ്റ്റോറി ലാസ്റ്റ് ആണ് ഞാൻ കേട്ടത്. അപ്പൊ ഞാൻ ഓൺ ചെയ്തു. ഞാൻ മൊബൈൽ എടുത്താൽ നോക്കാറില്ല, സൈലന്റ് ഇട്ട് സൈഡിൽ വെച്ചിരിക്കുക. അപ്പൊ ഒന്ന് ഉണർന്നപ്പോ മൊബൈൽ എടുത്ത് നോക്കുമ്പോ സാറിന്റെ ഇത് കണ്ടപ്പോ അതിൽ കയറി. എന്നാലും മാഡത്തിന് വളരെ നന്ദിയുണ്ട്, കുറച്ച് ചിന്തിക്കാനുള്ള അവസരം എനിക്ക് തന്നു. എനിക്ക് നന്നായിരുന്നു. താങ്ക് യു. താങ്ക് യു, താങ്ക് യു. ലഹനാൻ സർ. മാമിന്റെ 5 കഥകള് ശ്രദ്ധാപൂർവം കേൾക്കുകയായിരുന്നു. ഒന്ന് കഴിയുമ്പോൾ ശൈലി മറ്റൊന്നാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ജീവിതത്തിന്റെ ഏടുകളിൽ നിന്ന് എടുത്ത് സൂക്ഷിച്ചു വെച്ചത് ഒന്നുകൂടെ കൃത്യമായി എഴുതി തീർക്കുകയാണ് ചെയ്തത്. ആ കള്ളനോട്ടിന്റെ കഥ വീണ്ടും വീണ്ടും ചിന്തിപ്പിക്കാൻ സാഹചര്യം ഉണ്ടാക്കിയതാണ്. ഈ ബാങ്കില് ഞാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലുള്ള സമയത്ത് മലമ്പുഴ ഡാമിലേക്കുള്ള ഗസ്റ്റുകൾക്ക് പാസുകളും ടിക്കറ്റുകളും കൊടുത്തിരുന്ന ഓഫീസിന്റെ തലവനായിരുന്നു. വൈകുന്നേരമാകുമ്പോൾ ആ കിട്ടിയ കളക്ഷൻ 2 ലക്ഷമോ 3 ലക്ഷമോ അത് കൃത്യമായി അടുക്കി രാവിലെ ട്രഷറിയിൽ അടയ്ക്കുക എന്നൊരു ജോലി എൻ്റെ മേൽനോട്ടത്തിൽ നടക്കും. അതിൽ ഇതേപോലെ തന്നെ 100 രൂപയുടെ ഒരു കള്ളനോട്ട് എങ്ങനെയോ കടന്നുകൂടി. കാരണം ഞാൻ കളക്ട് ചെയ്ത് ഞാനല്ല, 2 ക്ലാർക്കുകൾ കൂടെ ഉണ്ട്. അതിൽ ആരാണ് വാങ്ങി വെച്ചത്, ആർക്കാണ് കിട്ടിയത് എന്നൊന്നും അറിയില്ല. നമ്മൾ ആ എമൗണ്ട് എണ്ണി അത് കൊടുത്തു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ കൊണ്ടുപോയി മാനേജറുടെ ഇതിൽ ആ ടോട്ടൽ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരത് ഉള്ളിൽ കൊണ്ട് തിട്ടപ്പെടുത്തും. അപ്പോഴാണ് അതിൽ നിന്ന് ഒരു 100 രൂപ നോട്ട് കയ്യിലെടുത്തിട്ട് കൊണ്ടുവന്ന ആളെ അന്വേഷിച്ച് ആ സെക്ഷനിലെ ആള് നിൽക്കുന്നു. മാനേജർ വിളിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ക്ലാർക്കും ഉണ്ട്, ഞാനും ഉണ്ട്. അപ്പൊ അദ്ദേഹം മാനേജർക്ക് എന്നെ അറിയാം. അപ്പൊ ചോദിച്ചത് എന്ത് പറ്റിയിടും, ഒരു 100 രൂപ കള്ളനാണല്ലോ, ഞാനൊരു കാര്യം ചെയ്യാം, ഇത് നിങ്ങളുടെ മുമ്പിൽ വെച്ച് കത്തിച്ച് കളയാം, അല്ലെങ്കിൽ പോലീസിനെ വിളിക്കാം, എന്താ വേണ്ടത് ചോദിച്ചു. നമ്പർ സാറെ കത്തിച്ച് കളാം, എൻ്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ 100 രൂപ വെക്കാം, അത് സെക്ഷനിലിരുന്ന ആർക്കോ പറ്റിയൊരു അപകടമാണ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. നമുക്കിത് കേൾക്കുമ്പോൾ നിസ്സാരമാണെങ്കിലും അദ്ദേഹം എന്നെ വിളിക്കാതെ അതൊന്ന് ചാർജ് ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ ഞാനും ആ ക്ലർക്കും, കാരണം ഞാൻ സൂപ്പർവൈസറാണ്, അദ്ദേഹം കളക്ട് ചെയ്ത ആളാണ്, ഞങ്ങൾ രണ്ടുപേർക്കും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഉണ്ടാകുമായിരുന്നു. ആ ചിത്രമാണ് ആ കള്ളനോട്ടിന്റെ കഥയിലൂടെ പോയപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അനുഭവിച്ച ഒരു കുഞ്ഞു ടെൻഷൻ അവസാനിച്ചതുകൊണ്ട് ടെൻഷൻ പോയി. ഇവിടെ മാമിന്റെ ഹസ്ബൻഡ് അത് നിസ്സാരമായി തള്ളിക്കളയുന്ന ഒരു ചിത്രമാണ് കാണുന്നത്. ഞാനും തള്ളിക്കളഞ്ഞു, കാരണം എൻ്റെ മുമ്പിൽ വെച്ച് ആ കള്ളനോട്ട് അവർ കത്തിച്ചു കളഞ്ഞു. അപ്പോ ഇദ്ദേഹവും ആ തിരിച്ചു കിട്ടിയത് സത്യസന്ധമായി എഴുതി വെച്ചത് ഫേക്ക് നോട്ടാണ്, പക്ഷെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ വൈകിപ്പോയി. അന്നേരം കത്തിച്ചു കളഞ്ഞിരുന്നെങ്കിൽ മതിയായിരുന്നു. ഓക്കെ, ഇനി അതിന്റെ ലാസ്റ്റ് കഥയിലേക്ക് വരാം. ഇടക്കഥകളൊക്കെ ഞാൻ വിടുന്നു. ലാസ്റ്റ് കഥ പൂച്ചയുടേതാണ്. അവിടെയും എൻ്റെ മനസ്സിൽ എനിക്ക് പൂച്ചയല്ല, 2 പട്ടികൾ ഉണ്ടായിരുന്നു. പട്ടിയെന്ന് വിളിക്കാൻ വിഷമമുണ്ട്. 2 അൾസേഷൻ, അമ്മയും മകനുമാണ്. അമ്മ പ്രായാധിക്യത്താല് ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നെ അവരെ കണ്ടിട്ടില്ല. അത് ഒത്തൊരു അൾസേഷനാണ്. പക്ഷെ മകൻ പിന്നെ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കാതെയായി. 1 മാസം പട്ടിണി കിടന്ന് അവൻ അവിടെ കിടന്ന് മരിക്കുകയാണ് ചെയ്യുന്നത്. ഈ കഥയും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുകയാണ്. അതിനുശേഷം ഞാൻ വീട്ടിൽ പട്ടി വളർത്തിയിട്ടില്ല, പൂച്ച വളർത്തിയിട്ടില്ല, സ്നേഹജന്തുക്കളെ ഒന്നും സ്നേഹിക്കാൻ ശ്രമിച്ചിട്ടില്ല. കഥ വളരെ നന്നായിരുന്നു മാം. ഇനിയും ഇങ്ങനെ നുറുങ്ങുകൾ കൊണ്ടുവരട്ടെ. കുഞ്ഞുണ്ണി മാസ്റ്ററുടെ ചെറിയ കവിതകൾ പോലെ വലിയ വലിയ പുസ്തകങ്ങളാക്കി മാറ്റട്ടെ. ഒത്തിരി അഭിനന്ദനങ്ങൾ തരുന്നു. സന്തോഷം. താങ്ക് യു. താങ്ക് യു സർ. രാജു സർ. Thank you, Sadhu sir. Special congratulations for Snehalatha teacher. Snehalatha madamത്തിന്റെ കഥകളെല്ലാം പേഴ്സണൽ സ്റ്റോറീസ് ആയിരുന്നു. അതുകൊണ്ട് അതിൻ്റെതായ ആർജവം അല്ലെങ്കിൽ അതിൻ്റെതായ ആത്മാർത്ഥത അതിലുണ്ടായിരുന്നു. തീർച്ചയായും ഈ പേഴ്സണൽ സ്റ്റോറീസ് കേൾക്കാനാണ് നമുക്ക് താല്പര്യം. അല്ലാതെ എവിടെയും കിട്ടിയ കഥ പറയുന്നതിനേക്കാളും സ്വന്തം അനുഭവത്തിലെ കഥ കേൾക്കാനാണ് എല്ലാവർക്കും താല്പര്യമുള്ളത്.
അതുപോലെ തന്നെ ഇവിടെ ഈ 4-5 കഥകൾ പറഞ്ഞപ്പോൾ വളരെ താല്പര്യത്തോടു കൂടിയാണ് കേട്ടുകൊണ്ടിരുന്നത്. പിന്നെ മാഡം ഇവിടെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. എല്ലാം നല്ല കഥകളായിരുന്നു, ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. പിന്നെ മാഡത്തിന്റെ ഫാനും നല്ലതായിരുന്നു, ഫാൻ നല്ല ഭംഗിയുള്ള. മാഡത്തെ കാണാൻ വിചാരിച്ചു ഫാൻ കാണത്തുണ്ടായിരുന്നു. ഞാനൊരു ജസ്റ്റ് കളിയാക്കുകയല്ല, അതായത് ഇനിയും പറയുമ്പോൾ ഇതുപോലെ ഇരിക്കും, ഇപ്പൊ ഇരിക്കുന്ന പോലെ ഇരിക്കണം. അന്നേരം ആ പുഞ്ചിരി, വളരെ ഭംഗിയുള്ള പുഞ്ചിരിയും കാണാൻ സാധിക്കും. അന്നേരം കുറച്ചുകൂടി കഥയ്ക്ക് ആകർഷണം ഉണ്ടാവും. അത് ഞങ്ങളെ കൂടുതലായിട്ട് ഞങ്ങളെ കുറച്ചുകൂടി ഗ്രാബ് അവർ അറ്റൻഷൻ. ഫേഷ്യൽ എക്സ്പ്രഷൻ ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് ആ പുഞ്ചിരിയും ഫേഷ്യൽ എക്സ്പ്രഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടി ആകർഷകമായിട്ട് തോന്നും. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, ഇനി ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാൻ ഫാനിന്റെ ഭംഗി മാത്രമേ ആസ്വദിക്കാൻ കഴിയുള്ളൂ എനിക്ക് തോന്നുന്നത്. പക്ഷെ കഥയെല്ലാം നല്ലതായിരുന്നു, ആസ്വദിച്ചു. തീർച്ചയായിട്ടും പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം. താങ്ക്സ്. മാം ആദ്യം കറക്റ്റായിട്ടാണ് ഇരുന്നത്, പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇടയ്ക്കൊന്ന് ബ്രേക്കായി. തിരിച്ചു വന്നപ്പോൾ പിന്നെ സ്റ്റാർട്ട് ചെയ്തു, അത് പറയാൻ പറ്റില്ല. ഓക്കെ, ദെൻ റോയ് സർ. ത്തിന്റെ കഥകള് വളരെയധികം പലർക്കും ഇഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളിലുള്ള പല കഥകളായിരുന്നു അത്. ഞാൻ ആദ്യം പറഞ്ഞ കഥയുടെ പേരെന്തായിരുന്നു മാഡം? ആദ്യം പറഞ്ഞ കഥ ഞാൻ അമൽ എന്നാകട്ടെ. ഏതായാലും മാഡത്തിന്റെ പ്രസന്റേഷൻ രാജീവ് ഫിലിപ്പ് സാർ പറഞ്ഞ പോലെ ഈ കണ്ട് ആസ്വദിക്കാൻ പറ്റിയില്ല. കാരണം അതെല്ലാം ഇതാണ്. അപ്പൊ മാഡം കാണുന്നില്ലായിരുന്നോ സ്ക്രീനില് മാഡത്തിന്റെ ഫേസ്? ആ ബോഡി ലാംഗ്വേജും ഇതും കൂടെ കൂടി ഒരു കുറവുണ്ടായിരുന്നു പ്രസന്റേഷനിൽ. എനിവേ, കള്ളനോട്ട് കൊള്ളാം. കള്ളനോട്ട് എന്ന് പറയുന്ന കാര്യങ്ങൾ പരിചയമില്ലാത്തവനാണെങ്കിൽ കള്ളനോട്ട് കയ്യിൽ നിന്ന് പോയാൽ പ്രശ്നമാകും. അപ്പൊ പരിചയമുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടതാ. അല്ലെങ്കിൽ ചിലപ്പോ കള്ളനോട്ട് കൊണ്ടുപോയി ചിലപ്പോൾ പോലീസ് ഒക്കെ വന്ന് പ്രശ്നങ്ങളാവാം. ഇതുപോലെ തന്നെ എനിക്കും കള്ളനോട്ടുകൾ കയ്യിൽ നിന്ന് അറിയാതെ പോവുകയും ഇത് കള്ളനോട്ടാണ് കേട്ടോ, ഇത് നശിപ്പിച്ച് കളഞ്ഞേരെ എന്ന് പറഞ്ഞ് ബാങ്കിൽ നിന്നൊക്കെ തന്നിട്ടുണ്ട്. പക്ഷേ ട്രാൻസാക്ഷനിൽ ഈ നോട്ടുകളെല്ലാം ഓടി നടക്കുകയും ചെയ്യും. സാധാരണക്കാരൻ അറിയാൻ പറ്റില്ല. അതുപോലെ ഔദ്യോഗിക സ്ഥാനത്ത് ചെന്നാൽ ഇത് കാണുകയുള്ളൂ. അപ്പോൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ പരിചയമുള്ളവരൊക്കെ ആവുമ്പോൾ രക്ഷപ്പെടും. അപ്പോൾ ഏതായാലും ആ പരിചയത്തിന്റെ പുറത്ത് ഈ കള്ളനോട്ടിൽ നിന്ന് രക്ഷപ്പെട്ട കാര്യം ആണ് എനിക്കത് വളരെയധികം ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നെ അമ്മ നാട്ടും പുറത്തും സിറ്റിയിലും ഒക്കെ ഉള്ള ജീവിതത്തിനെ ഒരു കമ്പാരിസന് പറ്റിയ ഒരു സാഹചര്യമായിട്ടാണ് വന്നത്. പിന്നെ കള്ളം പിടിച്ച് വലിച്ചപ്പോഴത്തേക്കും താലിയുള്ള ഭാഗം അമ്മ കൈവശം വെച്ചു എന്ന് പറയുന്നത് താലിയുടെ ഒരു അമ്മയുടെ താലിയോടുള്ള ഒരു താല്പര്യവും അതിൻ്റെ ഒരു ഇതെല്ലാം ഉൾക്കൊള്ളാൻ പറ്റും. ഏതായാലും നാട്ടിൻപുറത്തെ ജീവിതവും ടൗണിലെ ജീവിതവും ഒക്കെ ഒന്ന് കമ്പയർ ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ആ അമ്മയുടെ കഥ എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ആക്രികൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ദാരിദ്ര്യം അനുഭവിക്കുന്നവനും കഷ്ടത അനുഭവിക്കുന്നവനും ആയിരിക്കും കാര്യങ്ങളൊക്കെ സത്യസന്ധത കാണിക്കാത്തത് എന്നാണ് നമ്മുടെ ധാരണ. പക്ഷെ അവരാണ് ഏറ്റവും കൂടുതൽ ഈ വിശ്വസ്തരായിട്ട് കാണാൻ പറ്റുന്നത് എന്ന് ഈ ആക്രിയുടെ കഥയിലൂടെ മാഡം നമുക്ക് മനസ്സിലാക്കി തന്നു. പിന്നെ സത്യശീലൻ വളരെ മിടുക്കനായ ഒരാളായിരുന്നു. അവൻ്റെ പ്രൊഫഷനിലും എല്ലാം വളരെ എക്സലൻസ് കീപ്പ് ചെയ്യും. പക്ഷെ അത് ബിസിനസ് വലുതായപ്പോഴും ഒരു പണിക്കാരൻ്റെ ഒരു തൊഴിലാളിയുടെ കെയർലെസ്നെസ് കൊണ്ട് വന്നതായ നഷ്ടങ്ങളാണ് കണ്ടത്. അപ്പോൾ എപ്പോഴും ബിസിനസ് വലുതാവുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എല്ലാവരെയും കൊണ്ടുപോകേണ്ട കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് ഈ കഥ ഉപകരിച്ചു. അത് തന്നെയല്ല, അങ്ങനെ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ എന്തുമാത്രം ഉയർച്ചയിലേക്ക് പോകാവുന്ന ആൾക്ക് ഈ ഒരു ചെറിയ സംഭവത്തിലൂടെ പ്രശ്നങ്ങളിലേക്ക് പോകും എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അത് തന്നെയല്ല, മനുഷ്യസഹജമായ ഒരു കാര്യമാണ് പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മദ്യത്തിന് അടിമയായത്. പക്ഷേ അത് തിരിച്ചറിഞ്ഞു വീണ്ടും ജീവിക്കാനുള്ള താല്പര്യം അവരിൽ ഉണ്ടായി. ഒരു നല്ല ഗുണപാഠം അതിനകത്തുനിന്ന് ഉണ്ടാക്കി തന്നു. അപ്പൊ പിന്നെ അവസാനം പറഞ്ഞ കഥ ഏതാ? അമ്മിണിപ്പൂച്ചയാണോ അതെയോ
ആണ്. അതെ, ഈ മൃഗങ്ങളെ വളർത്തുന്നത് പെറ്റായി കഴിഞ്ഞാൽ വളരെയധികം സ്നേഹവും നമുക്ക് അവരോട് തോന്നും. അവരുടെ ഈ നമ്മളോടുള്ള പെരുമാറ്റവും എല്ലാം വളരെ ഇതായിട്ട് തോന്നും. പക്ഷേ ചില ആൾക്കാർക്ക് അതൊക്കെ വളരുന്ന സാഹചര്യത്തിലാണ്. എനിക്ക് ഈ മൃഗങ്ങളോടൊക്കെ വളരെ താല്പര്യമുള്ള ആളാണ്. കാരണം ഞാൻ വളർന്ന സാഹചര്യത്തിൽ എൻ്റെ ഗ്രാൻഡ് ഫാദർ മുതൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഈ മൃഗങ്ങളെയൊക്കെ വളർത്തുന്നതും അതിന് കൊടുക്കുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ഗ്രാൻഡ് ഫാദർ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പട്ടിയെ ഉണ്ടായിരുന്നു, അതിന് പല്ല് തേച്ച് കൊടുക്കുമായിരുന്നു ഭക്ഷണം കൊടുക്കുമ്പോൾ. അതുപോലെ എന്നും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞേച്ച് ഒരു ഉരുള ഉരുട്ടി കൊണ്ടുപോയി വെക്കും. അപ്പോൾ കൈ കഴുകാൻ നേരത്തെ ഈ ഉരുള കൊണ്ടുപോയി പട്ടിയുടെ മുമ്പിൽ വെക്കും. പട്ടി തൊടിയല്ല. കൈ കഴുകി കഴിഞ്ഞു വന്നിട്ട് നീ കഴിച്ചോ എന്ന് പറഞ്ഞാലേ കഴിക്കുള്ളൂ. അപ്പോൾ അതുപോലെ പല കാര്യങ്ങളും ഈ മൃഗങ്ങളുമായിട്ട് നമ്മൾ ഇടപഴകുമ്പോൾ അവ നമ്മളുടെ അനുസരണം അനുസരിച്ച് ചില കാര്യങ്ങൾ കാണിക്കുമ്പോൾ നമുക്കത് ഒരിക്കലും അവരോട് കൂടുതൽ സ്നേഹം തോന്നും. പക്ഷെ അങ്ങനെ സ്നേഹമുള്ള ഒരു മൃഗത്തിനെ നമ്മുടെ കൈവിട്ടു പോകുമ്പോൾ വരുന്ന ഒരു പ്രയാസം നമുക്ക് ഊഹിക്കാവുന്നതിൽ അപ്പുറത്താണ്. എനിവേ, ഈ 6 കഥകളും ദൈനംദിന ജീവിതത്തിലെ ചില ഘടകങ്ങൾ വളരെ ഭംഗിയായി വരച്ച് കാണിച്ച മാഡത്തിന്, സ്നേഹല മാഡത്തിന് അഭിനന്ദനങ്ങൾ. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു താങ്ക് യു സാർ. ജോർജ് സാർ. ഓക്കെ, താങ്ക് യു. അമളിയിൽ തുടങ്ങി അമ്മണിയിൽ അവസാനിച്ച 5 കഥകൾ. തീർച്ചയായിട്ടും അത് അവതരിപ്പിച്ചതിന് ടീച്ചറിന് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങളും അറിയിക്കട്ടെ. 5 കഥകളും വളരെ ലളിതമായിരുന്നു. ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. വളരെ സുന്ദരമായിട്ട് കേട്ടിരിക്കാൻ പറ്റി എന്നുള്ളതാണ് ഈ കഥയുടെ പ്രത്യേകത. അമളിയിൽ ഒരശ്രദ്ധയുണ്ട്. ഈ 5 കഥകളും നമ്മൾ കേൾക്കുമ്പോൾ നമ്മളെയൊക്കെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് ഈ വിഷയം കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക മഹത്വം. അതുകൊണ്ടാണ് രാജു സാറും ഉലയന്നൻ സാറും റോയ് സാറും ഒക്കെ പറഞ്ഞപ്പോൾ അവരുടെയൊക്കെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളുമായിട്ട് ഇതിനെ ചേർത്ത് വയ്ക്കുന്നത്. ഇനിയും ധാരാളം കാര്യങ്ങൾ ഓരോരുത്തർക്കും പറയാനുണ്ടാവും. അപ്പോൾ എല്ലാ അമളികളിലും, അല്ലെങ്കിൽ പ്രത്യേകിച്ച് പല അമളികളിലും നമ്മളുടെ അശ്രദ്ധ ഒരുപക്ഷെ ഉണ്ടാകും. അതിലേക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് എന്ന് കാണാനാണ് എനിക്ക് ആ കഥയെക്കുറിച്ച് പറയാൻ തോന്നുന്നത്. ഇനി പുതിയ വർത്തമാനകാല രീതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ, അതിനെ മുന്നോട്ട് പോകുമ്പോൾ ഇനിയും എല്ലാം നോട്ടൊക്കെ ഡിജിറ്റലൈസ് ചെയ്തു. അപ്പോൾ ഇനി ഇത്തരത്തിലുള്ള അമളികൾ കുറയുമായിരിക്കാം. എന്നാൽ മറ്റമളികളും മറ്റു തട്ടിപ്പുകളും ഒക്കെ ലോകത്തിൽ പുതിയ രൂപത്തിലും ഭാവത്തിലും ഒക്കെ വരും. അവിടെയെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ശ്രദ്ധ വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തെ കഥ അമ്മ വളരെ ചെറിയ ഒരു കഥ. അവിടെ സ്ട്രൈക്ക് ചെയ്യപ്പെടുന്ന വിഷയം, എനിക്ക് തോന്നിയത്, അമ്മ കള്ളന് പറിക്കുന്ന മാലയിൽ പിടിക്കുമ്പോൾ താലി ഭാഗം കിട്ടി. അപ്പോൾ പറയുന്ന സ്വതസിദ്ധമായ ഒരു വാചകം, എൻ്റെ താലി തിരിച്ചു കിട്ടിയല്ലോ. മുഴുവൻ മാലയും പോയാൽ വലിയ സങ്കടം, പോയ ഭാഗത്തെ ഓർത്തും സങ്കടമുണ്ടാകാം. എന്നാൽ കിട്ടിയ താലിയെ ഓർത്ത് വലിയ സന്തോഷം. ഒരുപക്ഷെ കുടുംബജീവിതത്തിന്റെ, വൈവാഹിക ജീവിതത്തിന്റെ മഹത്വത്തെക്കുറിച്ച് പറയാൻ, അല്ലെങ്കിൽ ചിന്തിപ്പിക്കാൻ ഒരുപക്ഷെ ഇതിന് സാധിക്കുമെന്നാണ് എൻ്റെ വിചാരം. വിശേഷിച്ച് കല്യാണം തന്നെ വേണ്ട എന്ന് പറയുകയും താലിമാല ധരിക്കുന്നത് അഭംഗിയാണെന്ന് ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പുതുപുത്തൻ ശാലീന സുന്ദരികളുടെ കഴുത്തിലൊക്കെ ചിലപ്പോൾ താലിയൊന്നും കാണത്തില്ല.
മറ്റു പല സംഗതികളൊക്കെ അണിഞ്ഞായിരിക്കാം അവരൊക്കെ നടക്കാനും പ്രത്യക്ഷപ്പെടാനും സെലിബ്രിറ്റികളെയൊക്കെ അനുകരിക്കാനും ഒക്കെയാണ് കുറെ പേരുടെ താല്പര്യം. എല്ലാവരും എന്ന് പറയാൻ പറ്റില്ല. അതിനിടയിലും കുടുംബ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുന്ന ഒരു വിഷയമാണ്. ഇന്നലത്തെ നമ്മുടെ വിജയരാമൻ സാറിന്റെ ക്ലാസ്സിൽ കുടുംബജീവിതത്തെക്കുറിച്ചും കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും ഒക്കെയാണ് പറഞ്ഞത്. ഒരുപക്ഷെ അതും ഇതുമൊക്കെ വേണമെങ്കിൽ ബന്ധിപ്പിച്ച് പറയാവുന്ന സംഗതിയായിട്ട് തോന്നുന്നു. വീണ്ടും ആക്രിയിലേക്ക് വരുമ്പോൾ, ആക്രിക്കാരൻ നമ്മുടെയൊക്കെ മുന്നിൽ ആക്രിക്കാര്, ലോട്ടറി വിൽപ്പനക്കാര് ഒന്നും നിലവാരമുള്ള തൊഴിലിന്റെ പരിധിയിലൊന്നും പെടില്ല. നമ്മുടെയൊക്കെ വീട്ടിലെ മക്കളുണ്ടെങ്കിൽ കല്യാണം കഴിപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഒരു ആക്രിക്കാരനെ കൊണ്ട് കെട്ടിച്ചേക്കാവുന്നോ ഒരു ലോട്ടറിക്കാരനെ കൊണ്ട് കെട്ടിച്ചേക്കാവുന്നോ ഒന്നും ചിന്തിക്കത്തില്ല. നമ്മൾ ചിന്തിക്കുന്നത് മുന്തിയ കൈക്കൂലി വാങ്ങിക്കുന്ന ഏതെങ്കിലും ഡോക്ടറോ എഞ്ചിനീയറോ വില്ലേജ് ഓഫീസറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരോ ഒക്കെ ആയിട്ടുള്ള ആളുകളെയാണ്. അവരുടെ ആ പൊസിഷനെയാണ്, അവരുടെ പണത്തെയാണ് ഒന്നാമതായിട്ട് കരുതുന്നത്. ഇതുപോലെയുള്ള കഥകളിലൂടെയെങ്കിലും സാധാരണക്കാരൻ ഒന്ന് ആശ്വസിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. നമ്മള് കഥയും കാര്യങ്ങളും ഒക്കെ പറയുമെങ്കിലും സത്യസന്ധതയ്ക്കും അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ എത്ര മാത്രം സ്ഥാനം നൽകുന്നുണ്ട് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഈ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ ഞാന് ക്ലാസ് എടുത്ത് നടന്ന കാലഘട്ടത്തിൽ ഇത്തരം സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഒരു താരതമ്യമോ ഒക്കെ പ്രസംഗത്തിന്റെ ഇടയ്ക്ക് ആനുഷംഗികമായി ചേർത്ത് പറയുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. ഇങ്ങനെ ഏതോ സ്ഥലത്തൊക്കെ പറയാൻ പോയപ്പോൾ ഈ അരൂരുള്ള ഒരു ക്ലിനിക്കില് ഡോക്ടറുടെ പ്രധാന പരിപാടി ചെറുപ്പക്കാരായ ആളുകൾക്ക് മയക്കുമരുന്ന് കുത്തിവെച്ച് നൽകുന്ന പരിപാടിയായിരുന്നു അദ്ദേഹം അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ദിനം അയാൾ പിടിക്കപ്പെട്ടു. പിന്നെ ഈ വടക്കൻ കേരളത്തിൽ എവിടെയോ ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് ലേബർ റൂമിലെ കയറുന്ന സ്ത്രീകളുടെ ചിത്രങ്ങൾ ചിത്രീകരിച്ച് അയാൾ പുറത്തു കൊടുത്ത് കാശുണ്ടാക്കുന്ന ഒരു പരിപാടിക്കാരനായിരുന്നു. അയാൾ പിടിക്കപ്പെട്ടു. പക്ഷെ ഇയാളെ കൊണ്ടൊക്കെ കല്യാണം കഴിപ്പിക്കാൻ ഒരുപക്ഷെ പലരും, കാരണം അവരുടെയൊക്കെ വീട്ടിൽ ഇഷ്ടം പോലെ കാശ് കാണും. അല്ലെങ്കിൽ ചില വില്ലേജ് ഓഫീസർമാരും വില്ലേജിലെ ജോലിക്കാരും അല്ലാത്ത സ്ഥലത്തെ ജോലിക്കാരും ഒക്കെ കൈക്കൂലി വാങ്ങിച്ച് ഇവരെയൊക്കെ പിടിക്കുന്ന സംഭവമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്കൊരു തിരിഞ്ഞു നോട്ടത്തിന്റെ കാരണമാണ്. ഞാൻ ഓർക്കുന്നു, ഈ ആലുവായ്ക്കടുത്ത് കടുങ്ങല്ലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലം, കൊടുങ്ങല്ലൂരല്ല, കടുങ്ങല്ലൂർ എന്ന് പറയുന്ന ഒരു കൊച്ചു പ്ലേസ് ഉണ്ട്. ആ കടുങ്ങല്ലൂരിലെ ഒരു ലോട്ടറിക്കാരൻ അന്ന് ഈ പറയുന്ന 1 കോടിയുടെ ആ ലോട്ടറിയാണ്. ആ ലോട്ടറി എടുത്ത ഒരു മനുഷ്യന് കടമായിട്ട് ലോട്ടറി കൊടുക്കുകയും, സുരേഷ് എന്ന് പറഞ്ഞ ലോട്ടറിക്കാരൻ അയ്യപ്പൻ എന്ന് പറയുന്ന ആളിനാണ് ലോട്ടറി കൊടുക്കുന്നത്. പിറ്റേന്ന് കടമായിട്ട് കൊടുക്കുന്നു. അപ്പൊ അയ്യപ്പൻ വേണ്ടെന്ന് പറയുകയാണ്. അപ്പൊ സ്ഥിരമായിട്ട് ഇദ്ദേഹത്തോട് ലോട്ടറി എടുക്കുന്ന ആളാണ്. അതുകൊണ്ട് സുരേഷ് പറഞ്ഞു, അയ്യപ്പൻ കൊണ്ടുപോയിക്കോളൂ, എനിക്ക് അയ്യപ്പനെ വിശ്വാസമാണ്. അയ്യപ്പൻ വാങ്ങുന്ന ലോട്ടറി അയ്യപ്പനൊരു മടി, എനിക്ക് ഇത് കടം വാങ്ങിയ ലോട്ടറിയും കൊണ്ട് വീട്ടിലോട്ട് പോകാൻ. എന്നിട്ട് അദ്ദേഹം തിരിച്ച് സുരേഷിൽ ഒരു വിശ്വസ്തത ആരോപിക്കുകയാണ്. ഒരു കാര്യം ചെയ്യൂ, ഞാൻ ഈ ലോട്ടറി എടുത്തിരിക്കുന്നു, ഉറപ്പായും ഞാൻ എടുത്തിരിക്കുന്നു, പക്ഷെ എൻ്റെ കയ്യിൽ പണമില്ല, നാളെ ഉള്ളൂ. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, ലോട്ടറി നിന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. ഇതൊക്കെ നിങ്ങൾ പത്രത്തിൽ വായിച്ചിരിക്കും, ഞാൻ ഉണ്ടാക്കി പറയുന്ന കഥയൊന്നുമല്ല. പിന്നെ അവന്റെ ബാഗിന്റെ അകത്തേക്ക് തന്നെ ഇത് വെച്ചു കൊടുത്തു. വൈകുന്നേരമാകുമ്പോൾ ഈ ലോട്ടറിക്കാർക്കൊക്കെ ഇതിന്റെ റിസൾട്ട് അറിയാമല്ലോ. അയാളെ ഒരു 3:30-4 മണിയായപ്പോൾ റിസൾട്ട് അറിഞ്ഞിട്ട് അന്ന് അയ്യപ്പന്റെ വീട്ടിലേക്ക് പോകാൻ പറ്റിയില്ല. അദ്ദേഹം പോയി കിടന്നുറങ്ങി. നേരം വെളുത്ത് സുരേഷ് വെളുപ്പിനെ തന്നെ എഴുന്നേറ്റിട്ട് നേരെ അയ്യപ്പന്റെ വീട്ടിലേക്കാണ് പോയത്. അയ്യപ്പന്റെ വീട്ടിലെത്തി അയ്യപ്പനെ വിളിച്ചെഴുന്നേപ്പിക്കുക. അപ്പൊ ഈ ലോട്ടറി
ഇദ്ദേഹം പിന്നെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് സുരേഷ്. പിടിച്ചിട്ട് അയ്യപ്പന്റെ നേരെ ഇങ്ങനെ നീട്ടുകയാണ്. അപ്പം അയ്യപ്പൻ കണ്ടു ഈ ലോട്ടറി കയ്യിലേക്ക്. അപ്പൊ അയ്യപ്പന്റെ മനസ്സിൽ തോന്നിയത്, ഇവൻ എന്തൊരു ദുഷ്ടനടാ, ഇന്നലെ ലോട്ടറി വാങ്ങിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഇന്ന് രാവിലെ അതിരാവിലെ എന്നെ വിളിച്ചതിനെ പറ്റി കാശ് വാങ്ങിക്കാൻ വരേണ്ട കാര്യമുണ്ടോ എന്നാണ് അദ്ദേഹം മനസ്സിൽ ആദ്യം ധരിച്ചു തുടങ്ങിയെങ്കിലും ഇത് നീട്ടിപ്പിടിക്കുമ്പം തന്നെ അയ്യപ്പൻ പറയുന്നുണ്ട്, അയ്യപ്പ പിന്നെ സുരേഷ് അയ്യപ്പനോട് പറയുന്നുണ്ട്, അയ്യപ്പ ഇതില് ആകപ്പാടെ 5 ലോട്ടറി ഉണ്ട്. 5 സീരീസിലാണ് അന്ന് ലോട്ടറി ഇറക്കുന്നത്. ഇതിൽ ഒരെണ്ണത്തിന് 1 കോടിയും ബാക്കി 4 എണ്ണത്തിന് 10,000 രൂപ വീതം 40,000 രൂപ, അങ്ങനെ 1,40,000 രൂപ സമ്മാനം ഉണ്ടെന്നും പറഞ്ഞ് കൊടുക്കുകയാണ്. പിന്നീട് അതിന്റെ താഴോട്ടൊന്നും പറയുന്നില്ല. അയ്യപ്പൻ തലയിറങ്ങി വീണോന്നൊന്നും അറിഞ്ഞുകൂടാ. ഏതായാലും ലോട്ടറിക്കാരന്റെ സത്യസന്ധത. കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി ഉടനെ തന്നെ പിറ്റേന്ന് 5 ലക്ഷം രൂപ സുരേഷിന്റെ സത്യസന്ധതയ്ക്ക് പ്രഖ്യാപിക്കുകയാണ്. അത് ആലുവയില് പരസ്യമായിട്ട് ഒരു വലിയ മീറ്റിംഗിൽ വെച്ചാണ് കൊച്ചൗസേപ്പ് 5 ലക്ഷം കൊടുക്കുന്നത്. കൊച്ചൗസേപ്പ് 5 ലക്ഷം കൊടുത്തത് കേട്ട ഒരുപാട് പേര്, നമ്മുടെ ഇപ്പൊ ഈ ദുരന്തത്തിലൊക്കെ സംഭാവന ചെയ്യുന്ന പോലെ ഒരുപാട് പേര് ഈ 5 ലക്ഷം വീതവും ലക്ഷം രൂപ വീതമൊക്കെ ഈ സുരേഷിന് വാഗ്ദാനം ചെയ്തു. അങ്ങനെ 1 കോടി രൂപയ്ക്ക് മുകളിൽ അയാൾക്കും കിട്ടി പലരുടെ കയ്യിൽ നിന്ന്. അപ്പോൾ ആലുവയിൽ വെച്ച ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് സലീം കുമാർ എന്ന് പറയുന്ന നമ്മുടെ സിനിമാ നടനാണ്. സലീം കുമാർ പറയുന്ന ഒരു വാചകമുണ്ട്, ഈ വേദിയിൽ ഇരിക്കുന്ന കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളിയും ഈ കൊടീശ്വരനായ കൊച്ചൗസേപ്പും തൊട്ടപ്പുറം ഇരിക്കുന്ന ദരിദ്രനായ സുരേഷും എനിക്ക് ഒരു അത്ഭുതമാണ്. കാരണം വാക്കിന് ചാക്കിന്റെ പോലും വിലയില്ലാത്ത ഇന്നത്തെ കാലത്ത് എന്നെ പോലെയുള്ള ഒരാൾ, അതായത് കയ്യിൽ കാശുണ്ടെങ്കിൽ, എന്റെ 2 കിഡ്നിക്കും വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ കാശ് കയ്യിലിരിക്കുന്നത് കൊണ്ട് 3ാമത് ഒരെണ്ണം കൂടെ വെച്ചാലോ എന്ന് വിചാരിക്കുന്ന എന്നെ പോലെയുള്ളവരുടെ ഇടയിലാണ് ഔസേപ്പ് ഒരു വലിയ മഹാനാകുന്നത്. തൊട്ടപ്പുറം ഇരിക്കുന്ന സുരേഷ് പരമദരിദ്രനാണ്. മറ്റത് കോടീശ്വരനെങ്കിൽ ഇത് പരമദരിദ്രനാണ്. 1 കോടി രൂപയുടെ മുമ്പിൽ കണ്ണ് മഞ്ഞളിക്കാത്ത ഈ സുരേഷും എനിക്ക് അത്ഭുതമാണ്. ഞാൻ ഈ പത്രവാർത്തയും സംഭവവും പണ്ടൊക്കെ പറയുന്ന പ്രസംഗമായോണ്ടാണ് ഞാനിത് മനപ്പാടെ എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങ് വന്നത്. അതുകൊണ്ട് വാസ്തവത്തില് സത്യസന്ധത, ഞാനൊന്നും ആളുകളോട് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, നിങ്ങളുടെ മക്കളെ ആരെയെങ്കിലും നിങ്ങൾ ഒരു സത്യസന്ധനായ ലോട്ടറിക്കാരന് കല്യാണം കഴിച്ച് കൊടുക്കാൻ താല്പര്യപ്പെടുമോ? വേണ്ട. നിങ്ങളുടെ ആരുടെയെങ്കിലും മക്കളെ നിങ്ങൾ സത്യസന്ധനായ ഒരു ലോട്ടറി കച്ചവടക്കാരനാകുമെന്ന് പറഞ്ഞ് വിടാനും താല്പര്യമുണ്ടോ? മറിച്ച് നിങ്ങൾ എങ്ങനെയെങ്കിലും കാശുണ്ടാക്കടാ മക്കളെ എന്ന് പറഞ്ഞു വിടുന്ന, എങ്ങനെ വേണേലും ഉണ്ടായിക്കൊള്ളു, നാണം കെട്ടും പണം ഉണ്ടാക്കിയാൽ നാണക്കേടാ പണം തീർത്തുകൊള്ളുമെന്ന് ആരോ കുഷ്മാണ്ടന്മാര് പറഞ്ഞത് നമ്മളൊക്കെ ഏറ്റുപിടിക്കുന്ന ആളുകളാണ്. അതാണ് എനിക്ക് ആ സംഭവത്തില് തോന്നിയത്. പിന്നീട് ഞാൻ ഈ കഥയേക്കാൾ കൂടുതൽ നേരം ഇപ്പൊ സംസാരിച്ച് നീണ്ടുപോയി. അമളിയിലേക്ക് വരുമ്പോൾ, അല്ല അമളിയല്ലല്ലോ, പിന്നെ അമ്മണിപ്പൂച്ചയിലേക്ക് വരുമ്പോൾ, ഞാൻ വലിയൊരു ഇത്ര ഒരു മൃഗങ്ങളോടൊന്നും എനിക്ക് വിരോധമൊന്നുമില്ല, അത്ര വലിയ മൃഗസ്നേഹിയൊന്നും അല്ലായിരുന്നു. എന്നാൽ പല ഈ പട്ടിയും പൂച്ചയും ഒക്കെ വലിയ സ്നേഹമുള്ളവരാണ്. എന്റെ ചെറുപ്പത്തിൽ എന്റെ വീട്ടിൽ ഒരു നാടൻ പട്ടി, കൈസർ എന്ന് ഞങ്ങൾ വിളിക്കുമായിരുന്നു, അപാര സ്നേഹമുള്ളവനായിരുന്നു. അച്ചായനൊക്കെ എവിടെ പോയാലും കൂടെ പോകും. വള്ളം കയറി അക്കരെ ഇറങ്ങുകയാണെങ്കിൽ അവൻ നീന്തി അക്കരയ്ക്ക് പോകും. അത്രമാത്രം സ്നേഹമുള്ളവനും വീടിന് വളരെ ഒരാളെയും അവൻ ഉപദ്രവിച്ചതായി കേട്ടിട്ടില്ല. എന്റെ നല്ല ഓർമ്മയിലാണ് അവൻ മരണപ്പെടാൻ പോകുന്ന അവസ്ഥയില് നേരെ വീടിന്റെ ഉള്ളിലേക്ക് കയറി വന്നു. അച്ചായൻ കിടക്കുന്ന കട്ടിലിന്റെ താഴെ വന്ന് കിടന്നിട്ട് പെട്ടെന്ന് അവൻ മരിച്ചുപോയി. ഹൃദയസ്തംഭനമോ എന്തോ ആയിരുന്നു. പെട്ടെന്ന് തന്നെ
നമുക്കാർക്കും തോന്നിയില്ല ഇവൻ മരിക്കാൻ വരുന്നതാണെന്ന്. അപ്പൊ എന്തോ ജീവികൾക്കൊക്കെ അത്തരത്തിലുള്ള വലിയ സ്നേഹമുണ്ട്. പലപ്പോഴും മനുഷ്യരെക്കാൾ സ്നേഹമുണ്ടെന്ന് തോന്നിപ്പോകും. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഒരു പിന്നെ പൊന്നു എന്ന് പറയുന്ന പൂച്ചയുണ്ട്. വേറെയും പൂച്ചകളുണ്ടായിരുന്നു. ചിലതെല്ലാം ചത്തുപോയപ്പോൾ വളരെയേറെ സങ്കടം തോന്നിയിരുന്നു. ഈ പൂച്ച നമ്മളോട് വർത്താനം പറയും. നിങ്ങൾ കേട്ടാൽ അത് വിശ്വസിക്കില്ല. നമ്മൾ പറയുന്നതിന് അതേ ഈണത്തിൽ അവൾ മറുപടി പറയും. എന്നേക്കാൾ കൂടുതൽ എൻ്റെ വൈഫുമായിട്ടാണ് അവൾക്കുള്ള അടുപ്പം. വെളുപ്പാങ്കാലത്ത് മിനി എഴുന്നേക്കാൻ വൈകുകയാണെങ്കിൽ ഇവള് നേരെ അവിടെ കിടക്കുന്നിടത്ത് വന്നിട്ട് ഇവളെ തോണ്ടി വിളിക്കും, കരയും. നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് വളരെ ഒരു നേരം എന്നെ കണ്ടില്ലെങ്കിലും എനിക്ക് വലിയ വിഷമമില്ല. പക്ഷെ പൊന്നുവിനെ കണ്ടില്ലെങ്കിൽ വളരെ അസ്വസ്ഥയായി തീരുന്ന പിന്നെ അത്രയ്ക്കും സ്നേഹത്തിന്റെ ഉടമയാണ്. നിങ്ങളെ കണ്ടിരിക്കും ഈ ദിവസങ്ങളിൽ വയനാട്ടിൽ വളർത്തിയ ഒരു പട്ടി. അവര് പട്ടി എന്നൊക്കെ അതിനെ വിളിച്ചാൽ ചിലപ്പോൾ നമ്മളെ കോപിക്കും. അതാ പെരയ്ക്ക് മുകളിൽ കൂടെ ഒക്കെ നടന്ന് ഈ 5-6 ദിവസമായിട്ട് അതിന്റെ ഓണറിനെ കാണാതെ ചുറ്റിക്കിടക്കുകയായിരുന്നു. അതിന്റെ ആ കരച്ചിലും ഈ ഹെലികോപ്റ്ററൊക്കെ വരുമ്പോൾ നിന്നോട്ട് അതങ്ങ് കരയും. അങ്ങനെ ഇരിക്കുകയാണ് ഈ സ്ത്രീ, എന്റെ പേര് ഞാൻ മറന്നുപോയി, സ്മിത എന്നോ അങ്ങനെ ഏതാണെന്ന് തോന്നുന്നു. പിന്നെ അവരെ ഇവൻ കണ്ടു. അയ്യോ, പിന്നീടുള്ള അതിന്റെ ആ സ്നേഹ പ്രകടനങ്ങളൊന്ന് കാണേണ്ടത് തന്നെയാണ്. ആ ലേഡിയും അതിനോട് കാണിച്ചത്. കിളിയിൽ പുരണ്ടാണ് അവിടെ ഇരിക്കുന്നത് ഈ ചെള്ളക്കകത്ത്. പക്ഷെ അവനെ അവരെ അങ്ങ് കെട്ടിപ്പിടിച്ച്, ഇവനും അതുപോലെ തന്നെ എന്തൊക്കെയോ ഭാഷകൾ, സംസാരങ്ങളൊക്കെ അതിനകത്തൂടെ ഉണ്ടായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. അവരുടെ ജീവികളുടെ സ്നേഹം വളരെ വലുതായിട്ട്, പ്രത്യേകിച്ച് പൂച്ചയും പട്ടിയും. പട്ടിക്കാണ് കൂടുതലെന്ന് എനിക്ക് തോന്നുന്നു. പൂച്ച അതിന്റെ തൊട്ട് താഴെയുള്ളത് വരത്തോളം തോന്നുന്നു. എന്തായാലും ഇത്തരത്തിലുള്ള സ്നേഹങ്ങൾ മനുഷ്യരിൽ കുറെ അധികം ഊഷ്മളത, നസീർ സാറ് ഇവിടെ പറഞ്ഞതുപോലെ മനുഷ്യന് കുറെ കൂടി ഒരു സന്തോഷം പ്രദാനം ചെയ്യാൻ, ഈ മക്കളെ പലരും വളർത്തിയിട്ട് ലണ്ടനിലേക്കും UK വിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നതിനേക്കാൾ പലപ്പോഴും അവസാന കാലത്ത് സന്തോഷം തരുന്നത്, കൊടുക്കുന്നത് പലർക്കും ഈ പറയുന്ന പെറ്റുകളാണ്. ഇത്തരത്തിലൊക്കെയുള്ള ഓർമ്മകൾ നമുക്ക് സമ്മാനിക്കാനായിട്ട് ഈ കഥകൾ സാധിച്ചു. വളരെ ഇതിൻ്റെ അകത്തും കഥയിലുമുണ്ട് കാര്യം എന്ന് പറയാതിരിക്കാൻ തരമില്ല. എല്ലാവിധ മംഗളങ്ങളും ഞാൻ ചില നീട്ടിക്കൂട്ടി പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാവരും മാപ്പാക്കുക. വളരെ മനോഹരമായിരുന്നു എന്ന് പറയട്ടെ ഈ സായാഹ്നം. താങ്ക് യു വെരി മച്ച്. ഓക്കെ, രമാവതി മാം. വേറെ ആരുള്ള? ലീന മാം, മേരി മാം, രമാവതി മാം പറയും. സാറേ സാബു സാർ ആദ്യം പറഞ്ഞ പോലെ എന്താ അമ്പലപ്പുഴ പാൽപ്പായസം, അതുപോലെയാണ് മാമിന്റെ കഥ. കാരണം ഈ കുറേ വലിയ കഥയെല്ലാം കേട്ടിട്ടാകുമ്പോ ചിലപ്പോ അതിന്റെ അവസാനം നമ്മൾ മറന്നുപോകും, ആദ്യത്തെ എല്ലാം മറന്നുപോകും. ഇതിങ്ങനല്ല, കൊച്ചു കൊച്ചു കഥകളാണ്. അതായത് തൂലിക ചലിപ്പിക്കുമ്പോൾ സ്വന്തം ജീവിതത്തോടും കുറച്ച് കൂറ് കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഇല്ലാതില്ല. ആദ്യത്തെ കഥയാണ് അമ്മിളി. അമ്മിളി എന്ന് പറയുമ്പോ കുറ്റപ്പെടുത്തൽ. ആ കഥയില് കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം, അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടോ എന്നൊരു സംശയം. കാരണം പോലീസ് വന്നിട്ട് ചോദിച്ചാലും സ്വയം കുറ്റം ഏൽക്കുന്നില്ല. കാരണം അത് അങ്ങനെ ഇട്ട് വെച്ചാൽ ജസ്റ്റ് ഭാര്യയോട് പറയണം, ഇങ്ങനെ ഒരു നോട്ട് എന്റെ പോക്കറ്റിലുണ്ട്, നീ ശ്രദ്ധിക്കണം എന്നുള്ളത്. അവിടെ ആ ഒരു പറച്ചലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാം കഴിഞ്ഞിട്ടാകുമ്പോ എല്ലാ കുറ്റം ഭാര്യയുടെ തലയില്. എന്തായാലും അത് അതേതായാലും ഭംഗി, വലിയ റോയ് സാറ് പറഞ്ഞ പോലെ വലിയ തെറ്റില്ലാതെ അത് പര്യവസാനിച്ചു, നന്നായിട്ടുണ്ട്. പിന്നെ അമ്മ എന്നുള്ള കഥയില് ഈ താലിമാലക്കുള്ള പ്രത്യേകതയാണ് അവിടെ പറഞ്ഞത്. പണ്ടുള്ളവര് ഈ താലിമാലന്റെ ആ ലോക്കറ്റ് ഉണ്ടല്ലോ, ചെറിയ കുഞ്ഞ്, ആ ഭാഗം കിട്ടാന്ന് വെച്ചാല് ഒരു താലി കെട്ടുന്നതിന് ഒരു മുഹൂർത്തം ഉണ്ട്. ആ മുഹൂർത്തത്തിനാണ് താലി കെട്ടുക. അപ്പൊ അത് അവർക്ക് അമൂല്യാണ്.
അത് നഷ്ടപ്പെട്ടാലോ അത് ഊരി വെക്കാൻ, അത് പണ്ടുള്ളവര് താലി കെട്ടിയാൽ അത് ഊരി വെക്കേയില്ല. എത്ര രാത്രി എവിടെ പോകുന്നുണ്ടെങ്കിലും എവിടെ ഉറങ്ങുന്നുണ്ടോ ഒന്നും ഊരി വെക്കേയില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അത് കൂടാതെ അത് പറയുമ്പോ എനിക്ക് പറയാനുള്ള, നമ്മളെ നാട്ടില് ഒരു അപ്രിയ സത്യങ്ങൾ ആരെന്നൊന്നും ഞാൻ പറയില്ല, ഒരു കള്ളുടിയനുണ്ട്. അപ്പം ഭാര്യനോട് താലിമാല പണയം വെക്കാനായിട്ട് ചോദിക്കുമ്പോ ഭാര്യ പറഞ്ഞു ഇത് തരില്ലാന്ന്. അപ്പം പണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് വീടുകളിൽ വെളിക്ക് പോകാനുള്ള സൗകര്യമൊന്നുമില്ല, വളപ്പുകളിലായിരുന്നു. അപ്പൊ അതിരാവിലെ പോവും പറമ്പില് ഭാര്യ. അപ്പൊ ആ സമയത്ത് ഈ ഭർത്താവ് പോയിട്ട് താലി പൊട്ടിച്ചു. പക്ഷെ അവൾക്ക് മനസ്സിലായി ഭർത്താവാണ് താലി പൊട്ടിച്ചു കൊണ്ടുപോയതെന്ന്. അത് വലിയ പ്രശ്നമായി പോയി. അപ്പൊ ഇതിലിപ്പം അമ്മ വിദ്യാഭ്യാസമുള്ള ആളാണ്, പറഞ്ഞു ഇന്റർമീഡിയറ്റ് പാസ്സായതാണ്. എന്നിട്ടും അവിടെ സാക്രിഫൈസ് ചെയ്യണം ലൈഫ്. കാരണം കുഞ്ഞിനെ നോക്കാൻ ആളില്ല. അവസാനം എല്ലാം കൂടിയിട്ട് എല്ലാം ജീവിതത്തിൽ അവസാനം പാവന സ്മരണയ്ക്ക് ഓർമ്മയായിട്ട് മാറി ആ സ്നേഹമുള്ള അമ്മ. കാരണം കുട്ടികൾക്ക് വേണ്ടിയിട്ട് അത്രയും ത്യാഗങ്ങൾ അമ്മമാര് ചെയ്യുന്നു എന്നുള്ളതാണ്. അധികം ഞാൻ ശ്രദ്ധിച്ചിടത്തോളം കുറെ വിദ്യാഭ്യാസം ഉള്ളവരുണ്ട്. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പ്, നമ്മളെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഞാൻ SSLC പാസ്സായിട്ടാകുമ്പോ വന്ന കുട്ടികൾ PG എല്ലാം കഴിഞ്ഞിട്ട് പിന്നെയും വരുമ്പോ ആ രജിസ്ട്രേഷനിൽ സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അവസാനം ആ കുട്ടികൾ 10, 35, 38 വയസ്സ് കഴിഞ്ഞിട്ട് ഓവർ ഏജിലായിട്ട് വരുമ്പോ ഞാൻ പറയും എന്താ വന്നേ? അല്ല മാം എനിക്ക് ഏത് ജോലിയും ചെയ്യാൻ തയ്യാറാണെന്നുള്ള അപേക്ഷ എഴുതി തരണം. ഏത് ജോലിയും ചെയ്യാൻ തയ്യാറാണെന്ന് സ്വീപ്പർ ജോലി. അപ്പം മറ്റേത് ഏജ് ഓവറായി കഴിഞ്ഞു, അവർക്ക് കാർക്കിന്റെ ഒന്നും അപേക്ഷിക്കാൻ പറ്റില്ല. അപ്പൊ ആ സമയത്താണ് കുറച്ച് ദാരിദ്ര്യമൊക്കെ വരാം. കുഞ്ഞുങ്ങളെല്ലാം ചിലപ്പോ ഗൾഫിലാണെങ്കിൽ ഭർത്താവ് തിരിച്ചു വന്നിട്ടുണ്ടാവും. അപ്പൊ ആ സമയത്താണ് ഈ വിദ്യാഭ്യാസത്തിനൊന്നും ആ മാനദണ്ഡമൊന്നും അവിടെ പാലിക്കുന്നില്ല കുട്ടികൾ. കാരണം എന്തെങ്കിലും ഒരു ജോലി ചെയ്താൽ മതി എന്നുള്ളത്. ആ കഥ അങ്ങനെയാണ്. പിന്നെ ആക്രീന്റെ പറയുമ്പം ആക്രിക്കാരനാണെങ്കിലും കൂടി നമ്മളിപ്പം വിലപിടിപ്പുള്ള എന്തെങ്കിലും ഒരു ചെറിയ സാധനം, നമ്മള് ഇലക്ട്രോണിക് സാധനം എന്തെങ്കിലും അതിൽ പെട്ടോ എന്നുള്ളത് ആക്രിക്കാരന്റെ കടയിൽ അവിടെ പോയിട്ട് അന്വേഷിക്കുന്നവരുണ്ട്. നീ കൊണ്ടുപോയില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷെ ഞാൻ ആക്രിയല്ല. എന്നിരുന്നാലും ഞാൻ പണ്ട് പറയാനുണ്ട്, കോൺവെന്റില് 1 മുതൽ 7 വരെ ഞാൻ കോൺവെന്റ് ഇങ്ങനെ പഠിച്ചു. മെഡോണ AP സ്കൂളാണ് എന്റെ അടുത്തുള്ള സ്കൂൾ. അതാണ് നല്ല സ്കൂളാണ്. കനറ ബാങ്കില് കുറെ വർഷം മുമ്പ് ലോക്കറിൽ പോയിട്ടാകുമ്പോ ഒരു സ്വർണ്ണ മോതിരം, അവിടെ ക്യാമറയൊന്നും ഇല്ല സാറന്മാരെ അന്നേരം, സ്വർണ്ണ മോതിരം എന്റെ ലോക്കറിന്റെ തൊട്ട് താഴെ വീണ് കിടപ്പുണ്ട്. ഞാൻ വേഗം എടുത്തിട്ട് മാനേജർക്ക് കൊണ്ട് കൊടുത്തു. അപ്പൊ പറഞ്ഞു എവിടുന്ന് കിട്ടി? എന്റെ ലോക്കറിന്റെ തൊട്ട് താഴെയെന്ന് സാറേ. അപ്പൊ പറഞ്ഞു കുറച്ച് നേരത്തെ ഒരാൾ വന്നിരുന്നു. അപ്പൊ നമ്മളെ നാട്ടിലുള്ള ഒരു എഞ്ചിനീയറാണ് പോയത്. അത് കഴിഞ്ഞിട്ട് പെൻഷൻ കിട്ടിയിട്ടാകുമ്പോ പൈസ SBT വരുമ്പോ 8000 ഉറുപ്പ്യ എനിക്ക് അധികം തന്നവര്. ഞാൻ ഇതെങ്ങനെയാ കണ്ടുപിടിക്കുക മാനേജറുടെ നമ്പർ എന്ന് പറഞ്ഞിട്ട് അവസാനം കണ്ടുപിടിച്ചിട്ട് ഞാൻ പറഞ്ഞു സാർ എന്റെ 8000 ഉറുപ്പ്യ അധികം ഉണ്ട് സാർ ഇത്. അപ്പൊ രാവിലെ ഞാൻ അത് എത്തിച്ചു. കാഞ്ഞങ്ങാട് ഒരു കടയിൽ കാർ എടുത്തിട്ട് റിനോവേഷന്റെ സാധനം മേടിക്കാൻ പോയിട്ടാകുമ്പോ 4200 ഉറുപ്പ്യ ഒരു സാധനം എന്റെ കാറിൽ വെച്ചിരിക്കുക. അവര് ഉടനെ കൊണ്ടു കൊടുത്തു. അപ്പൊ അവരൊരു കത്തെല്ലാം തന്നിരിക്കുക എനിക്ക് ഇങ്ങനെ സാധനം കൊണ്ടുപോയി. അപ്പൊ നമ്മൾ ആ പഠിച്ച കാര്യങ്ങളുണ്ടല്ലോ സാറേ. കാരണം അങ്ങനെ പഠിച്ചിട്ടാകുമ്പോ ഈയിടെ ബസ്സിൽ പോകുമ്പോ KSRTC-യിൽ 20 രൂപ എന്റെ സീറ്റിന്റെ അവിടെ വീണ് കിടപ്പുണ്ട്. ഞാൻ അത് പെറുക്കി, അപകടമാണ്, അത് പെറുക്കി എടുത്തിട്ട് ബാക്കിൽ ഇരിക്കുന്ന കണ്ടക്ടർക്ക് കൊണ്ടു കൊടുക്കാതെ 20 രൂപ ഇവിടെ താഴേന്ന് വീണ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്, അത് സ്കൂളിൽ നിന്ന് പഠിപ്പിച്ച ഒരു ശീലം കൂടിയാണ് സാറേ. ഒരു ചെറിയ പെൻസിൽ കിട്ടിയാല്, സ്ലേറ്റ് പെൻസിൽ കിട്ടിയാല് അത് ടീച്ചർക്ക് കൊണ്ടു കൊടുക്കണം. അപ്പം സത്യസന്ധത പറയുമ്പോ ആപ്പിൾ ഫോണാണ്, അത് അത്രയും വിലപിടിപ്പുള്ളതാണ് കൊണ്ടു കൊടുത്തത്. നല്ലൊരു കഥയാണ്. സത്യശീലൻ എന്നുള്ള കഥയില് അയാള് ജോലിയിൽ ഉയർച്ച നേടുകയാണ്. അങ്ങനെ ഉയർച്ച നേടുമ്പോ അയാള് സമ്പാദ്യം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ പിന്നെ ഭാര്യ മക്കൾക്കും വേറൊന്നും ആലോചിക്കണ്ട, ഇയാള് സമ്പാദ്യത്തില് ലാവിഷായിട്ട് ജീവിക്കുക. ആ സമയത്ത് പിന്നെ ഒന്നും ചിന്തിക്കാനൊന്നുമില്ല. പക്ഷേ അങ്ങനെ നമ്മൾ ജീവിക്കുന്നതോട് കൂടിയിട്ട് എന്തെങ്കിലും ഒരു ആപത്ത് നമുക്ക് കുടുംബത്തില് അല്ലെങ്കിൽ വന്നു പോയാല് അത് നമ്മളെ തിരിച്ചടിക്കും ജീവിതത്തില്. കാരണം അന്നേരം നമുക്കുള്ള സന്തോഷം ഒക്കെ മാറും. അതാണ് ഇവിടെ കാണിക്കുന്നത്. അതിന് സന്തോഷം മാറുമ്പോ പ്രസവിച്ചാലും മരിച്ചാലും ഇപ്പൊ കള്ളാണല്ലോ, മദ്യാണല്ലോ അതിന് പോകാൻ വഴി. കാരണം സങ്കടം വന്നാലും സന്തോഷം വന്നാലും മദ്യാണ് പോകാൻ വഴി. അപ്പൊ മദ്യപാനി ആവുന്നതും. പക്ഷെ ആ കഥയിൽ അവസാനം നമുക്കൊരു സന്തോഷം തോന്നിയത് അയാള് നേരെ പിന്നെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. അപ്പോഴാണ് അവര് ചിന്തിക്കുന്നത് ഭാര്യ ഇങ്ങനെ ഹിസ്റ്ററി
മേലുള്ള ആളല്ലേ, ട്യൂഷനും കൊടുത്തൂടെ, ജീവിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തൂടെ എന്നുള്ള പുനർചിന്തനം വന്നു അവിടെ. പിന്നെ അമ്മിണിപ്പൂച്ച എന്ന് പറയുമ്പോ ഈ മൃഗങ്ങളോട്, വളർത്തു മൃഗങ്ങളോടുള്ള ഒരു ഇഷ്ടം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതുപോലെയാണ്. എൻ്റെ വീട്ടില് പണ്ട് ഞാൻ ചെറുപ്പത്തിലെ ഒരു മിമ്മിപ്പൂച്ച ഉണ്ടായിരുന്നു. ഒരു വാലെല്ലാം ഇങ്ങനെ തടിച്ചിട്ടുള്ള ഒരു പൂച്ചയാണ്, മംഗലാപുരത്ത് കൊണ്ടുവന്നെയാണ്. നമ്മൾ കിടക്കുമ്പോ നമ്മളെ പായല് വന്നിട്ട് കിടക്കുക, മടിയിലിരിക്കുക, ഒന്നും ചെയ്യില്ല ആരാ. പക്ഷെ കിട്ടുന്ന ഭക്ഷണം കഴിച്ചിട്ട് ആരും ബുദ്ധിമുട്ടിക്കാതെ. പക്ഷെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മിമ്മിപ്പൂച്ചനെ ഒരു ദിവസം കാണുന്നില്ല. അപ്പൊ നമ്മളെ വീട്ടിൽ മച്ചുണ്ട്, മിമ്മിപ്പൂച്ച അവിടെ മരിച്ചു കിടക്കുകയാണ്. ഇപ്പോഴും എനിക്ക് അതിന്റെ സങ്കടം മാറുന്നില്ല വിചാരിക്കും, അത്രയും ഇഷ്ടമുള്ള ഒരു വളർത്തുമൃഗമായിരുന്നു. അപ്പം അതിലിപ്പം ഈ മീൻകറിയും മീൻ പൊരിച്ചെല്ലാം കട്ടിട്ടും അവർക്ക് ഈ പൂച്ചേനോട് ഇഷ്ടം ഉണ്ടായിരുന്നു. അതവിടെയാ കാണിക്കുന്നത്. കാരണം പൂച്ചനെ വെറുതെ ചോദിക്കാൻ പറ്റില്ല, അപ്പൊ റീസൺ കണ്ടുപിടിക്കുകയാണ്. അത് കള്ളത്തരമാവാ ചിലപ്പോ. അങ്ങനെ റീസൺ കണ്ടുപിടിക്കുമ്പോൾ വീട്ടിലുള്ളവർക്ക് ആ സത്യസന്ധത, കാരണം അവരിങ്ങനെ ചെയ്തതല്ലേ, നമ്മള് പരാതിയായിട്ട് അവര് വരുമോ എന്നുള്ള രീതിയിൽ പോകുമ്പം ഈ കുട്ടിക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. അച്ഛന്റെ കൈ പിടിച്ചാലും പിന്നെ അത് അവിടുന്ന് പിന്മാറുന്നില്ല. പിന്നെ നല്ല രീതിയിൽ ആ എന്താ പറയണ്ട, അതിന്റെ അത് അവിടെ ടീച്ചറുടെ കഥയിൽ മ്യാവുന്ന അതിന്റെ അകത്തൊന്നും ടീച്ചറെ കാണാതെ കരയാ കുട്ടികളെ പോലെ. എല്ലാം നല്ല കഥയാണ് ടീച്ചറെ, നല്ല ചെറിയ ചെറിയ കഥയാണെങ്കിലും വളരെ നല്ല കഥകളാണ്. താങ്ക് യു ടീച്ചർ. താങ്ക് യു. താങ്ക് യു. വേറെ ആർക്കെങ്കിലും എന്നിട്ട് പറയാനുണ്ടെങ്കിൽ പറയൂ, അല്ലെങ്കിൽ കുമാർ സാർ പറഞ്ഞു. നമസ്കാരം, ഗോപകുമാറാണ്. എനിക്ക് പറയാനുള്ള എല്ലാം ചെറിയ കഥകളാണെങ്കിലും വളരെ നല്ല കഥകളാണ്. പക്ഷേ ഈ വളരെ താഴ്ന്ന രീതിയിലുള്ള ആളുകളെ, വളരെ ദരിദ്രരായ പാവപ്പെട്ട മനുഷ്യരുടെ ഓരോ സാഹചര്യങ്ങളെ കുറിച്ചുള്ള കഥകളാണെന്ന് പറഞ്ഞ മൊത്തം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല. എനിക്കൊരു അനുഭവമുണ്ട് നോട്ടിന്റെ കാര്യത്തിൽ, കള്ളനോട്ടിന്റെ കാര്യത്തിൽ. എൻ്റെ ഒരു നോട്ട് കിട്ടിയത് കള്ളനോട്ടാണ്. എനിക്കൊരു സംശയം. ഞാൻ രണ്ടും കൽപ്പിച്ച് ഒരു വഴി കണ്ട ഒരു പോലീസുകാരനെ കൊടുത്തിട്ട് നോക്കാൻ പറഞ്ഞു. അയാളെ എല്ലാ രീതിയിലും നോക്കിയിട്ട് പറഞ്ഞു കള്ളനോട്ട് ധൈര്യമായിട്ട് കയറി ചെയ്തോളാം പറഞ്ഞു. അങ്ങനെ രക്ഷപ്പെട്ട് അങ്ങനെ പോരുന്നിട്ടുണ്ട്. നല്ല കഥയായിരുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇനി സ്നേഹലത മാമിന്റെ കഥകളെ കുറിച്ചും എന്റെ പശ്ചാത്തലത്തെ കുറിച്ചും ഒക്കെ മാമിന് വേണമെങ്കിൽ പറയാം. എന്തായിരുന്നു അതിന്റെ സാഹചര്യം എന്നൊക്കെ? എനിക്ക് എല്ലാം എന്റെ അനുഭവത്തിൽ നിന്ന് എഴുതിയ കഥകളാണ്. പിന്നെ ഈ എല്ലാവർക്കും ഇതിങ്ങനെ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എനിക്ക് ഒരുപാട് സന്തോഷമായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതില്. കഥകൾ എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമല്ലേ. അത് കഥകൾ പോലെ അല്ലെ, എല്ലാം കഥകൾ പോലെയാണ്. ഇത് തീർച്ചയായിട്ടും ഒരു രീതിയിലെങ്കിൽ മറ്റൊരു രീതിയിൽ തീർച്ചയായിട്ടും നമ്മളെ സ്പർശിക്കും. അതുകൊണ്ടാണ് കഥയിലെ കാര്യം എന്ന് നമ്മൾ പറയുന്നത്. ഇത് ശരിക്കും ഒരു തെറാപ്പി മൂഡാണ്. നമ്മൾ അറിയാതെ തന്നെ ആ സാഹചര്യങ്ങളെല്ലാം പുനഃസൃഷ്ടിക്കപ്പെടുകയാണ്. അതിൽ നല്ലതും ചീത്തതും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം അല്ലെ. ഈ പുതിയ സൈക്കോളജിക്കൽ തെറാപ്പിയില് മാറ്റാൻ വേണ്ടി പഴയതിനെ പുനഃസൃഷ്ടിക്കണം, എന്നിട്ട് അതിനെ പുതിയ ഇമോഷൻസിലേക്ക് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു പുറകോട്ട് മനസ്സിലാക്കി കൃത്യമായിട്ട് ചെയ്യാനും കണ്ടാനും ഒക്കെ ഉള്ള ഒരു നല്ല ടൂളാണ്. അപ്പം സ്നേഹലത മാമിന്റെ കഥകൾ എത്ര പേർക്ക് അതേപോലത്തെ അനുഭവങ്ങളും സാഹചര്യങ്ങളും സൃഷ്ടിച്ചു എന്ന് ഇല്ലേ, എത്ര മനോഹരമായിട്ടാണ് അത് വീണ്ടും റീക്രിയേറ്റ് ചെയ്തത്. അത് തന്നെയാണ് കഥകളുടെ ഏറ്റവും നല്ല ഒരു സ്വഭാവം. ഓക്കെ, അപ്പോൾ താങ്ക് യു. വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ഒരു ഷെയർ ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് ഫിനിഷ് ചെയ്യാം. അപ്പൊ സ്നേഹലത മാമിന് വലിയൊരു നന്ദി. സാറിന് ഒരുപാട് നന്ദി എനിക്ക് ഇങ്ങനെ അവതരിപ്പിക്കാൻ ഒരു അവസരം തന്നതിന്. വീണ്ടും കഥകളൊക്കെ റെഡിയാക്കി വെച്ചോളൂ, നമുക്ക് ഇനിയും അവസരങ്ങൾ കിട്ടും, ഇനിയും നമുക്ക് പറയാം. പുതിയ കഥകൾ എഴുതാൻ പ്രചോദനമാവട്ടെ. ഓക്കെ, മാമിന്റെ പുസ്തകത്തിന് എന്താ വില? അതിന്റെ 100 രൂപ. ആരാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്? മഞ്ജരി ബുക്സ്. ഓക്കെ ഓക്കെ. ആർക്കെങ്കിലും കഥ വായിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് അറിയിച്ചാൽ ഞാൻ നമ്പർ തരാം, നമുക്ക് പേഴ്സണലി കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു വൺസ് അഗെയിൻ. നാളെ നമുക്ക് മൈൻഡ്ഫുൾനെസിന്റെ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തികളുമായിട്ട് എങ്ങനെ ശ്രദ്ധയോടെ സംസാരിക്കണം. 4ാമത്തെ ക്ലാസ് ആണ്. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ആന്റണി സാർ അത് എക്സ്പ്ലെയിൻ ചെയ്തത്. കഴിഞ്ഞ ആഴ്ച അത് എങ്ങനെ കേൾക്കണമെന്നായിരുന്നു. ഇപ്പൊ നമ്മൾ അവരോട് ഏതൊക്കെ മുൻകരുതലോടുകൂടി സംസാരിക്കണം എന്നുള്ള
വിഷയത്തെയാണ് നാളെ പരാമർശിക്കുന്നത്. ശ്രീമാരിമാവ് എന്തെങ്കിലും പറയുന്നു? ഞാൻ പറഞ്ഞല്ല സാറേ, നല്ല കഥകളായിരുന്നു. ആദ്യം ഞാൻ പറഞ്ഞു. ഓക്കെ, അല്ല ഞാൻ വേറെ എന്തെങ്കിലും കഥ, പറഞ്ഞു? പിന്നെ അമ്മയുടെ കഥ ഞാൻ വിട്ടുപോയി. മാല കളഞ്ഞു പോയത്, താലിമാല കളഞ്ഞു. താലി കിട്ടിയത് അവർക്ക് വളരെയധികം സന്തോഷം ഉണ്ടായി. അതൊരു നല്ല അനുഭവമാണ്. നല്ലൊരു കഥയാണത്, മാതൃകാപരമായ കഥ. ആ അമ്മയുടെ മനസ്സിലെ പണത്തോടല്ല, അവർക്ക് ആ താലിയോടുള്ള ബഹുമാനമാണ് കാണുന്നത്. മറ്റുള്ളവർക്ക് അനുകരണീയമായ ഒരു കാര്യം. ടീച്ചറിന്റെ കഥകൾ മനസ്സിനെ തൊട്ടുണർത്തുന്ന കഥകളാണ് കേൾക്കാൻ. കൊച്ചു കുട്ടിക്കഥകൾ, എനിക്കും കുട്ടിക്കഥകൾ ഇഷ്ടമാണ്. എന്റെ കഥകൾ ഇങ്ങനെ 2 മിനിറ്റ് 1 മിനിറ്റ് ഒക്കെ അല്ല. ഞാനും ഇനി അടുത്ത പ്രാവശ്യം എന്റെ കഥകൾ വായിക്കാം. 2-3 കൂടെ എഴുതി. എനിക്കിപ്പോ കുറെ ഗ്രൂപ്പുകളാണ്, അതുകൊണ്ടൊന്നും സമയം കിട്ടുന്നില്ല എഴുതാൻ. സാബു സാറേ, എനിക്ക് സമയം തരുമ്പോ ഞാൻ പറയാം. സാബു സാറേ, അതിന്റെ ഇടയില് റോയ് സാറ് പറഞ്ഞില്ലേ കൈക്കൂലിന്റെ കാര്യം, അത് വളരെ കറക്റ്റ് ആണ്. കാരണം കൈക്കൂലി മേടിച്ചാലും പൈസ സമ്പാദിക്കണം എന്നുള്ളതാണ്. കാരണം ഞാൻ കുറെ ജോലി കള്ളത്തരത്തിലൂടെ ജോലി ആൾക്കാരെ എടുക്കുന്നില്ല. അതിന് ഒരു DYSP വിളിച്ചിട്ട് 2 ഗസറ്റ് ഓഫീസർമാരെ വിളിക്കുമല്ലോ സാറേ, അങ്ങനെ പോയിരുന്നു. എനിക്ക് ഏറ്റവും അധികം ഇഷ്ടം തോന്നിയത് അവസാനം പോക്കുവരവിന് ഒരു വില്ലേജ് ഓഫീസർ 5000 റുപ്യ കൈക്കൂലി ചോദിച്ചു ഒരാളോട്. അപ്പം എന്നെ വിളിച്ചിട്ട് സാറ് പറഞ്ഞു ഇങ്ങനെ രമാവതിയേ ഉള്ളൂ. പറഞ്ഞു അവരെന്നെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ പോയിരുന്നു ആ പരിപാടിക്ക്. അപ്പൊ എന്നോട് പോയിട്ട് അവര് നമ്മൾ ആദ്യം പറഞ്ഞു തന്നിട്ട് ഇതിലാണ് മറ്റേ ഇതില് പിന്നെ എന്താ ഫിനോസിലിന് മുക്കേണ്ടത് നിങ്ങളാന്നല്ല എന്നോട് പറഞ്ഞു. അത് ശരിക്കും സിനിമ മോഡലിൽ അവിടെ പോയിട്ട് നമ്മളെല്ലാരും വാതിലടിച്ച് അയാൾ ഇങ്ങനെ ഇരിക്കുന്നത്, ഇപ്പൊ പൈസ മേടിച്ചിരുന്നു. അപ്പൊ പറഞ്ഞു അയാൾക്ക് ഞെട്ടി. അപ്പൊ നിങ്ങൾ പോക്കറ്റിൽ കൈയിടണ്ട, നമ്മൾ എടുത്തോളെന്ന് പറയുമ്പോ 5000 റുപ്യ കൈക്കൂലി മേടിച്ചു. ഇവർ കൊണ്ട് കൊടുത്തതാണ്. ഇവര് പോക്കറ്റിലിട്ടിട്ട് വയസ്സായ ഒരാളിൽ കൊടുത്തതാണ് ഇതെല്ലാം പൊടി ഇതാക്കിട്ട്. അപ്പൊ സാറ് പറഞ്ഞ പോലെ ശരിക്കും നമ്മളെ കൈ ക്ലിയർ ആണ് സാറേ. അതുകൊണ്ട് നമുക്കൊരു സന്തോഷാണ് ഇങ്ങനെയെല്ലാം പിടിക്കാൻ പോകുമ്പോ തന്നെ നല്ല സന്തോഷാണ് സാറേ. താങ്ക് യു. ഓക്കെ, അപ്പൊ താങ്ക് യു സ്നേഹതമ്മ. ഒരിക്കൽ കൂടി വീണ്ടും നമുക്ക് കഥകളുമായിട്ട് കാണാം. സോ ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. താങ്ക് യു. സീ യു.